വേട്ടക്കാരി അധ്യായം 13. ക്രൂരതയുടെ ഒരു മുറുമുറുക്കമുണ്ടായിരുന്നു റേഞ്ചർ കാരണവർ കേശവന്റെ മുഖത്ത്. വളവുകൾ വീശിത്തിരിയുമ്പോഴും അയാൾ ആക്സിലേറ്ററിൽ നിന്ന് കാൽ അനക്കിയില്ല. DFO രാഹുൽ രാജ് സാർ എല്ലാം തന്ത്രപൂർവമാണ് ചെയ്തിരിക്കുന്നതെങ്കിൽ സംശയം വേണ്ട. നാളെ ഇമെയിലിൽ ഓർഡർ എത്തിയാലുടൻ അയാൾ മറയൂരിൽ നിന്ന് സ്ഥലം വിട്ടിരിക്കും. പക്ഷേ അയാൾ പോകാൻ താൻ സമ്മതിക്കില്ല. കാരണവർ കേശവ് സ്വയം ചിരിച്ചു. അയാൾ വിചാരിച്ചത് സത്യമായിരുന്നു. DFOയുടെ ക്വാർട്ടേഴ്സിൽ എപ്പോഴും ലൈറ്റുകൾ തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. ഭാര്യയ്ക്കും മകൾക്കുമൊപ്പം കൊണ്ടുപോകാനുള്ള ലഗേജുകൾ തയ്യാറാക്കുകയായിരുന്നു രാഹുൽ രാജ്. എന്നാലും ഇങ്ങനെ പെട്ടെന്നങ്ങ് പോകേണ്ട കാര്യമുണ്ടോ? ഭാര്യ ജസ്റ്റീന രാഹുൽ രാജിനെ നോക്കി. ഇതൊരുമാതിരി ഒളിച്ചോട്ടം പോലെയല്ലേ? അതെ, രാഹുൽ രാജ് സമ്മതിച്ചു. ഇത്രയും കാലം അന്തസ്സായിട്ടേ ഞാൻ ജോലി ചെയ്തിട്ടുള്ളൂ. ഇനിയും അങ്ങനെ തന്നെ വേണമെന്ന എൻ്റെ ആഗ്രഹം. ഇവിടെ തുടർന്നാൽ എൻ്റെ കീഴുദ്യോഗസ്ഥൻ്റെ മുന്നിൽ പോലും തലകുനിച്ച് അയാൾ പറയുന്നത് ചെയ്യേണ്ടി വരും ഞാൻ. അതിലും ഭേദം മരണമാ. എല്ലാത്തിനും കാരണക്കാരി നിന്റെ മകൾ ഒരുത്തിയല്ലേ? ജസ്റ്റീന തലകുനിച്ചു. ടെസി ഒന്നും മിണ്ടാതെ മുറിവിട്ടു. രാഹുൽ രാജിന് കുടുംബമെന്ന് വെച്ചാൽ ജീവനാണ്. മിശ്ര വിവാഹം ആയിരുന്നതിനാൽ അയാളെയും ജസ്റ്റീനെയും ഇരു വീട്ടുകാരും അടുപ്പിച്ചില്ല. ഇഷ്ടപ്പെട്ട് കൂടെ ഇറങ്ങി വന്നവളുടെ കണ്ണു നനയാൻ രാഹുൽ രാജ് സമ്മതിച്ചിട്ടുമില്ല. എവിടേക്ക് ട്രാൻസ്ഫർ കിട്ടിയാലും ഭാര്യയെയും മകളെയും അയാൾ കൂടെ കൂട്ടുകയും ചെയ്തിരുന്നു. പെട്ടികളെല്ലാം അടുക്കി വെച്ചിട്ട് രാഹുൽ രാജ് ഒരു തവണ കൂടി ക്വാർട്ടേഴ്സിൽ പരിശോധന നടത്തി. ഒന്നും എടുക്കാൻ മറന്നിട്ടില്ലെന്ന് ഉറപ്പുവരുത്താൻ രാവിലെ 10 മണിക്ക് വരാൻ ടാക്സി ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. നിലമ്പൂരിലേക്ക് കാറിൽ തന്നെ യാത്ര. രാഹുൽ രാജിന്റെ മനസ്സിൽ റേഞ്ചർ കാരണവർ കേശവന്റെ മുഖം തെളിഞ്ഞു. താൻ ട്രാൻസ്ഫറായി പോകുന്നു എന്നറിയുമ്പോൾ എന്തായിരിക്കും അയാളുടെ ഭാവം? തൻ്റെ മകളുടെ വീഡിയോ അയാളുടെ ഫോണിലുണ്ടെങ്കിലും അത് വെച്ച് ഒന്നും ചെയ്യാൻ കഴിയില്ല. സോഷ്യൽ മീഡിയയിൽ പ്രദർശിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയാൽ പോലും ഇപ്പോഴത്തെ അവസ്ഥയിൽ പണികിട്ടുക അയാൾക്ക് തന്നെയാകും. മാത്രമല്ല, മാനിനെ വേട്ടയാടിയെന്ന് കണ്ടെത്തിയിട്ടും എന്തുകൊണ്ട് കേസെടുത്തില്ല എന്ന ചോദ്യത്തിനും അയാൾ ഉത്തരം നൽകേണ്ടി വരും. തൻ്റെ ഭാഗത്ത് എല്ലാം ഭദ്രമാണെന്ന ചിന്തയിൽ രാഹുൽ രാജ് ഒന്ന് ചിരിച്ചു. മുന്നോട്ട് പോകുന്തോറും മഞ്ഞിന് കട്ടുകൂടി വരുന്നത് റേഞ്ചർ കാരണവർ കേശവ് അറിഞ്ഞു. അയാൾ ജീപ്പിന്റെ വേഗത അല്പം കുറച്ചു. റോഡിലെ കാഴ്ച 15 മീറ്ററിലധികം മുന്നോട്ട് കാണാൻ പറ്റാത്ത അവസ്ഥ. ഷിറ്റ്! കൈപ്പത്തി കൊണ്ട് അയാൾ ജീപ്പിന്റെ സ്റ്റിയറിംഗിൽ അടിച്ചു. പെട്ടെന്ന് ഒരു വളവ് തിരിഞ്ഞതും മുന്നിൽ ഒരു വാഹനത്തിന്റെ മുഖം. മഞ്ഞിൽ അരിഞ്ഞു കിടക്കുന്നത് പോലെയായിരുന്നു അത്. പാർക്ക് ലൈറ്റുകളോ ഫോഗ് ലാമ്പുകളോ തെളിക്കാതെ വീതി കുറഞ്ഞ റോഡിന് നടുവിൽ തന്നെ ഇട്ടിരിക്കുകയാണ് ആ ഇന്നോവ കാർ. റാസ്കൽസ്! പല്ലി ഞെരിച്ചുകൊണ്ട് അതിന് തൊട്ടുമുന്നിൽ കാരണവർ ജീപ്പ് നിർത്തി. പിന്നെ ഇന്നോവയുടെ നമ്പർ ശ്രദ്ധിച്ചു. തമിഴ്നാട് രജിസ്ട്രേഷൻ. പാണ്ടികള് ഇതിവിടെ കൊണ്ട് നിർത്തിയിട്ട് എങ്ങോട്ട് പോയി? പിറുപിറുത്തുകൊണ്ട് കാരണവർ ഫോൺ നീട്ടിമുഴക്കി. എന്നിട്ട് തല പുറത്തേക്ക് നീട്ടി. ഒരു വശം ഉയരമുള്ളതും മറുഭാഗത്ത് ചരിവുമായ പ്രദേശമായിരുന്നു അത്. പെട്ടെന്ന് എന്തോ ശബ്ദം കേട്ടതുപോലെ തോന്നി. മഞ്ഞിൽ ഒന്നും വ്യക്തമായില്ല. അടുത്ത നിമിഷം ഉയർന്ന ഭാഗത്തു നിന്ന് സാമാന്യം വലിയ ഒരു പാറ ഉരുണ്ട് താഴേക്ക് വന്നു. അത് ചെറു പാറകളിൽ തട്ടിയപ്പോൾ അവയും ഇളകിത്തെറിച്ചു. അടുത്ത നിമിഷം ചെറിയ ഒരു കല്ല് ജീപ്പിന്റെ ബോണറ്റിൽ വന്ന് വല്ലാത്ത ശബ്ദത്തോടെ പതിച്ചു. കാരണവർ നടുങ്ങിപ്പോയി. പെട്ടെന്ന് തോന്നിയ ബുദ്ധിയിൽ അയാൾ പുറത്തേക്ക് ചാടി. ആ ക്ഷണം വലിയ പാറ കൃത്യമായി ജീപ്പിന്റെ പകുതി ഭാഗം ചേർന്ന് മുകളിൽ വന്നിടിച്ചു. കാരണവർ പിന്തിരിഞ്ഞോടി. ഏതാനും മീറ്റർ ചെന്നിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു പാട്ട കഷ്ണം കണക്കെ ജീപ്പ് തകിടം മറിഞ്ഞ് താഴേക്ക് പോകുന്നു. അതിൻ്റെ ഹെഡ്ലൈറ്റുകളിലെ വെളിച്ചം ഇപ്പോഴും അടഞ്ഞിട്ടില്ല. കാരണവർ ശ്വാസം വലിച്ചു വിട്ടു. ഒരു നിമിഷം കൂടി താൻ വൈകിയിരുന്നെങ്കിൽ. അതേക്കുറിച്ച് ഓർക്കാൻ തന്നെ അയാൾ ഭയന്നു. ക്ഷണനേരം കൊണ്ട് അയാളുടെ യൂണിഫോം വിയർപ്പിൽ നനഞ്ഞ് ശരീരത്തോട് പറ്റി. എന്താണ് സംഭവിച്ചത്? ഭൂമി കുലുക്കം ഉണ്ടായതല്ലെന്ന് അയാൾക്കുറപ്പുണ്ടായിരുന്നു. സംഭവം നടന്ന ഭാഗത്തേക്ക് മടങ്ങിച്ചെല്ലാനും അയാൾ ഭയന്നു. പിടിക്കപ്പെട്ടാൽ ഈ നേരത്ത് എവിടെ പോയി എന്ന ചോദ്യത്തിന് മറുപടി പറയേണ്ടി വരും. മീഡിയക്കാർ മണത്തറിഞ്ഞാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ വേറെ. റോഡരികിലുള്ള പാറയിൽ അയാളിരുന്നു. അല്പം കഴിഞ്ഞപ്പോൾ ജീപ്പ് മറിഞ്ഞ ഭാഗത്ത് പ്രേതരൂപികളേതുപോലെ വെളുത്ത ചലനങ്ങൾ കണ്ടു. ഏതാണ്ട് 10 മിനിറ്റിന് ശേഷം അവിടെ കിടന്ന ഇന്നോവ കാറിന്റെ ഹെഡ്ലൈറ്റുകൾ തെളിഞ്ഞു. അത് സ്റ്റാർട്ടാകുന്നതും പാമ്പ് മാളത്തിലേക്ക് വലിയുന്നത് പോലെ പിന്നോക്കം നീങ്ങി മഞ്ഞിൽ മറയുന്നതും കാരണവർ കണ്ടു. അതോടെ അയാൾക്ക് ഒരു കാര്യം ഉറപ്പായി. യാദൃച്ഛികമായി സംഭവിച്ചതല്ല ഒന്നും. ഇത് തനിക്ക് വെച്ച കെണിയായിരുന്നു. പക്ഷേ ആര്?
അവിടെ നിർത്തിയിട്ടിരുന്ന കാറിന്റെ നമ്പർ അയാൾ മനസ്സിൽ പതിപ്പിച്ചു വെച്ചു. സമയം രാവിലെ 10 മണി. കോളിംഗ് ബെൽ നിർത്താതെ ശബ്ദിക്കുന്നത് കേട്ടാണ് റേഞ്ചർ കാരണവർ കേശവ് ഉണർന്നത്. അയാൾ ചുറ്റും നോക്കി. ബെഡ്റൂമിന്റെ ജനാലച്ചില്ലിൽ സൂര്യപ്രകാശം പ്രതിഫലിക്കുന്നു. സമയം നോക്കാനായി അയാൾ സെൽഫോൺ ടീപ്പോയിൽ പരതി. കണ്ടില്ല. കോളിംഗ് ബെൽ വീണ്ടും ശബ്ദിച്ചു. കാരണവർ പെട്ടെന്ന് എഴുന്നേറ്റു. പിന്നെ അസ്വസ്ഥനായി ചെന്ന് വാതിൽ തുറന്നു. പുറത്ത് ഒരു ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ നിന്നിരുന്നു. എന്താടോ? ദേഷ്യത്തോടെ കാരണവർ ചോദിച്ചു. DFO രാഹുൽ രാജ് സാർ. കാരണവർ സാറിനെ അന്വേഷിക്കുന്നു. ഫോൺ വിളിച്ചിട്ട് സ്വിച്ച് ഓഫ് ആണത്രേ. ഇവിടെ ജീപ്പും കണ്ടില്ല. ഒന്ന് അന്വേഷിക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടതാ എന്നെ. ആ, ഞാൻ വന്നേക്കാം. താൻ പൊയ്ക്കോ സാർ. 2 അടി നടന്നിട്ട് ബീറ്റ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ തിരിഞ്ഞു നിന്നു. രാഹുൽ സാറിന് ട്രാൻസ്ഫറാ നിലമ്പൂർക്ക്. അതിന് ഞാനെന്ത് വേണം? ഇവിടെ തലയും കുത്തി നിൽക്കണോ? അയാൾ മിണ്ടിയില്ല. ആ, താൻ എൻ്റെ നമ്പറിലേക്ക് ഒരു കോൾ ചെയ്തേ. എൻ്റെ ഫോൺ ഇവിടെ എവിടെയെങ്കിലും കാണും. BFO 2-3 തവണ കാരണവരുടെ സെൽ നമ്പറിലേക്ക് കോൾ ചെയ്തു. പക്ഷേ സ്വിച്ച് ഓഫ് എന്ന മറുപടി മാത്രം. എങ്കിൽ താൻ വിട്ടോ. കാരണവർ വാതിലടച്ച് തിരിഞ്ഞു. ഫോൺ ചാർജ് പോയി യൂണിഫോമിന്റെ പോക്കറ്റിൽ കാണും. അയാൾ ചെന്ന് പരിശോധിച്ചു. പക്ഷേ ഫോൺ കണ്ടില്ല. പാൻസിന്റെ പോക്കറ്റിലുമില്ല. പിന്നെ എവിടെ പോയി? ആക്സിഡന്റ് നടന്ന ഭാഗത്തു നിന്ന് കാരണവർ ക്വാർട്ടേഴ്സിലെത്തിയപ്പോൾ 4 മണി കഴിഞ്ഞിരുന്നു. വേഷം മാറി നേരെ കിടക്കയിലേക്ക് വീഴുകയായിരുന്നു. മെത്തയും തലേണയുമൊക്കെ ഉയർത്തി അയാൾ പരിശോധിച്ചു. ഫോൺ ഒരിടത്തുമില്ല. നിശാചരന്റെ വീട്ടിൽ നിന്ന് ഫോണെടുത്ത് പോക്കറ്റിൽ വെച്ചത് ശരിക്കും ഓർക്കുന്നുണ്ട്. പൊടുന്നനെ മിന്നൽ പോലെ ഒരു ഓർമ്മ അയാളെ പൊതിഞ്ഞു. ജീപ്പിൽ നിന്ന് താൻ പുറത്തേക്ക് ചാടിയപ്പോൾ. അതെ, അതിനാണ് ഏറെ സാധ്യത. ആ സമയത്ത് തറയിൽ വീണു പോയിട്ടുണ്ടാവും. എങ്കിൽ ഉടനെ അവിടെ എത്തണം. ആ ഫോണിലാണ് വിലപ്പെട്ടതെല്ലാം. MLAയുടെയും DFOയുടെയും മക്കളുടെ പ്രേമലീലകൾ ഉൾപ്പെടെ. പക്ഷേ ഓഫീസിലേക്ക് പോകാതിരിക്കാൻ പറ്റില്ല. ആക്സിഡന്റ് ഉണ്ടായ സാഹചര്യം മേലാഫീസർമാരോട് വിശദീകരിക്കേണ്ടി വരും. എല്ലാം കൂടി ഓർത്തപ്പോൾ ശരീരം മുഴുവൻ മുളകരച്ച് തേച്ചതുപോലെ കാരണവർ കേശവ് പുകഞ്ഞു. എന്തെങ്കിലും കള്ളം കണ്ടുപിടിക്കേണ്ടി വരും. പെട്ടെന്നൊരു കുളി നടത്തിയിട്ട് അയാൾ പുതിയ യൂണിഫോം അണിഞ്ഞു. ഓഫീസിലേക്ക് തിടുക്കത്തിൽ ചെല്ലുമ്പോൾ അകന്നു പോകുന്ന ടാക്സി കാർ കണ്ടു. മറ്റു ജീവനക്കാർ ഓഫീസ് മുറ്റത്തുണ്ടായിരുന്നു. അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ രമൺ സത്യ അയാളെ രൂക്ഷമായി നോക്കി. താൻ ഇതുവരെ എവിടെയായിരുന്നു? രാഹുലിന് സെൻഡ് ഓഫ് നൽകാൻ തന്നെയും കാത്ത് ഞങ്ങൾ എത്ര നേരം ഇരിക്കണം സാർ? രോഷം ഉള്ളിലൊതുക്കി കാരണവർ കേശവ് ഭവ്യതയോടെ അറിയിച്ചു. പുലർച്ചെയാണ് സാർ ഞാൻ ഉറങ്ങാൻ കിടന്നത്. അതുവരെ താൻ മദ്യപിക്കുകയായിരുന്നോ? മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് ACF അങ്ങനെ ചോദിച്ചപ്പോൾ കാരണവർ വിളറി. സാർ, രാത്രിയിൽ അടിയന്തിരമായി എൻ്റെ ഫോണിലൊരു മെസ്സേജ് വന്നു. പാളപ്പെട്ടിക്കടുത്ത് സ്വകാര്യ ഭൂമിയിലുള്ള ചന്ദനമരം മുറിക്കുന്നെന്ന്. ജീപ്പെടുത്ത് ഞാൻ അങ്ങോട്ട് പോയി. എന്നിട്ട് രമൺ സത്യ നെറ്റിച്ചുളിച്ചു. എന്നെ കൊടുക്കാൻ ആരോ ചെയ്ത പണിയായിരുന്നു അത്. മടങ്ങി വരുന്ന വഴി ഞാൻ ആക്രമിക്കപ്പെട്ടു. ജീപ്പ് അവർ താഴ്വാരത്തേക്ക് മറിച്ചു. തലനാരിഴയ്ക്ക ഞാൻ രക്ഷപ്പെട്ടത്. കേട്ടുനിന്നവർ പരസ്പരം നോക്കി കണ്ണുകൾ കൊണ്ട് സംസാരിച്ചു. എന്നിട്ടിപ്പോഴാണോ താനിത് റിപ്പോർട്ട് ചെയ്യുന്നത്? മടങ്ങി വന്നപ്പോഴേക്കും ഞാൻ വല്ലാതെ ക്ഷീണിതനായിരുന്നു സാർ. രമൺ സത്യ അമർത്തി മൂളി. തനിക്ക് കോൾ വന്ന നമ്പർ ട്രേസ് ചെയ്യുകയോ അപ്പോൾ തന്നെ ഇവിടേക്ക് വിളിക്കുകയോ ചെയ്യാതിരുന്നതെന്താ? താൻ പറഞ്ഞത് ACF വിശ്വസിക്കുന്നില്ലെന്ന് തോന്നി കാരണവർക്ക്. സംഘട്ടനത്തിനിടയിൽ എന്റെ ഫോൺ നഷ്ടപ്പെട്ടു സാർ. രമൺ സത്യ മറ്റ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് നേരെ തിരിഞ്ഞു. ക്യുക്ക്, ഗോ ടു ദാറ്റ് സ്പോട്ട് സാർ. അവർ 2 ബൊലേറോകളിലായി കയറി. അവയിലൊന്നിൽ കാരണവർ കേശവും കയറി. വാഹനങ്ങൾ പാളപ്പെട്ടി റോഡിലേക്ക് കുതിച്ചു. തന്റെ കാറിൽ അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്ററും അവരെ അനുഗമിച്ചു. യാത്രക്കിടയിൽ സബോർഡിനേറ്റ്സിൽ നിന്ന് കാരണവർ ഒരു കാര്യം മനസ്സിലാക്കി. രാഹുൽ രാജ് പോയി കഴിഞ്ഞിരിക്കുന്നു. രാത്രിയിൽ ജീപ്പ് മറഞ്ഞ ഭാഗത്ത് ഫോറസ്റ്റ് സംഘം എത്തുമ്പോൾ തൊഴിലാളികളായ കുറെ പേർ അവിടെ കൂടി നിന്നിരുന്നു. ചുളുങ്ങിച്ചുരുങ്ങിയ ഒരു പാട്ടകണക്കെ അടിവാരത്ത് കിടക്കുന്ന ജീപ്പ് അവർ കണ്ടു. റോഡിൽ ചിതറിക്കിടക്കുന്ന കല്ലുകളും. കാരണവർ കേശവ് തന്റെ ഫോൺ അവിടമാകെ തിരഞ്ഞു. കണ്ടില്ല. അവിടെ കൂടി നിന്നവരോട് അന്വേഷിച്ചു. ആർക്കും ഫോൺ കിട്ടിയിട്ടില്ല. അതോടെ കാരണവർ ഉറപ്പിച്ചു, ജീപ്പ് മറിഞ്ഞതിന് ശേഷം റോഡിൽ വന്നവർക്ക് തീർച്ചയായും അത് കിട്ടിയിട്ടുണ്ടാവും. രാത്രിയിൽ കണ്ട കാറിന്റെ നമ്പർ അയാൾ ഒന്നുകൂടി ഓർമ്മയിൽ സൂക്ഷിച്ചു. തമിഴ്നാട് തേനി ഇന്റർനാഷണൽ ഹോട്ടലിന്റെ പാർക്കിംഗ് ഏരിയയിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ബൊലേറോ ജീപ്പ് ബ്രേക്കിട്ടു.
അതിൽ നിന്ന് ചെറിയൊരു ബാഗുമായി റേഞ്ചർ കാരണവർ കേശവ് പുറത്തിറങ്ങി. ജീപ്പ് ലോക്ക് ചെയ്തിട്ട് അയാൾ നേരെ റിസപ്ഷൻ കൗണ്ടറിലെത്തി. സാർ, അവിടെ ഇരുന്ന ചെറുപ്പക്കാരൻ ഭവ്യതയോടെ ചിരിച്ചു. കാരണവർ തന്റെ ഐഡന്റിറ്റി കാർഡ് മേശപ്പുറത്തേക്കിട്ടു. ഓൺലൈനായി ഞാനൊരു റൂം ബുക്ക് ചെയ്തിരുന്നു. സാർ പ്ലീസ് 1 മിനിറ്റ്. യുവാവ് പെട്ടെന്ന് ലാപ്ടോപ്പിൽ ചെക്ക് ചെയ്തിട്ട് ഒരു സ്വിച്ച് അമർത്തി. റൂം ബോയ് എത്തി. ഇദ്ദേഹത്തിന് 304 നമ്പർ റൂം കാട്ടിക്കൊടുക്ക് സാർ. റൂം ബോയ് കാരണവരുടെ കയ്യിൽ നിന്ന് ബാഗ് വാങ്ങി. പിന്നെ അയാളെയും കൂട്ടി ലിഫ്റ്റിൽ കയറി. 3-ാം നിലയിൽ പടിഞ്ഞാറേ അറ്റത്തെ AC സ്യൂട്ടിലായിരുന്നു അത്. റൂം തുറന്ന് കർട്ടൻ ഇരുവശത്തേക്ക് നീക്കിയിട്ട് ബോയ് കാരണവരെ നോക്കി. സാർ, പ്രത്യേകിച്ച് എന്തെങ്കിലും വേണ്ടി വരുമോ? പറയാം. നമ്പർ ദേ ഇവിടെയുണ്ട്. അവൻ ഫോണിനരികിൽ ഒട്ടിച്ചിരുന്ന നമ്പറുകൾ കാട്ടിക്കൊടുത്തു. 101 ബാർ, 102 റെസ്റ്റോറന്റ്, 103 റിസപ്ഷൻ. ഓക്കെ. അയാൾ 100 രൂപയുടെ ഒരു നോട്ടെടുത്ത് അവന് നൽകി. സന്തോഷത്തോടെ സലാം വച്ച് അവൻ പോയി. ജനാലയ്ക്കൽ പോയി ഒരു സിഗരറ്റിന് തീ പിടിപ്പിച്ചുകൊണ്ട് കാരണവർ അകലേക്ക് നോക്കി. മറ്റു കെട്ടിടങ്ങൾക്ക് മുകളിൽ കൂടി തേനി മധുര ഹൈവേയിലൂടെ പാഞ്ഞു പോകുന്ന വാഹനങ്ങളുടെ മേൽഭാഗം കാണാം. സമയം 5 മണി കഴിഞ്ഞിരുന്നു. തന്റെ ജോലി ഇനി നാളെ നടക്കൂ എന്ന് കാരണവർക്കറിയാം. മുറിയിൽ AC-യുടെ തണുപ്പ് മെല്ലെ കൂടിക്കൊണ്ടിരുന്നു. സമയം സന്ധ്യ. അല്പം മദ്യപിക്കണമെന്ന് അയാൾക്ക് തോന്നി. കാരണവർ മുറി പൂട്ടി ഇറങ്ങി. ലിഫ്റ്റിൽ റിസപ്ഷൻ അരികിൽ ഇറങ്ങിയിട്ട് ബാറിലേക്ക് കയറാൻ ഭാവിക്കുകയായിരുന്നു അയാൾ. വെറുതെ പുറത്തേക്ക് നോക്കിയപ്പോൾ പെട്ടെന്ന് കണ്ടു പാർക്കിംഗ് ഏരിയയിലേക്ക് പോകുന്ന സിൽവർ കളർ ഇന്നോവ കാർ. അതിന്റെ നമ്പർ പ്ലേറ്റിലേക്ക് നോക്കിയതും പ്രഷർ കൂടിയതുപോലെ കാരണവർ ഒന്നുലഞ്ഞു. അയാൾ പുറത്തേക്കിറങ്ങി നിന്ന് വീണ്ടും ശ്രദ്ധിച്ചു. TN60. താൻ പാളപ്പെട്ടിക്കടുത്ത് വെച്ച് കണ്ട അതേ കാർ. പാർക്കിംഗ് ഏരിയയിൽ ലൈറ്റുകൾ തെളിഞ്ഞിരുന്നു. ആവേശം കാറ്റുപോലെ പൊതിയപ്പെട്ട കാരണവർ കരുതലോടെ മുന്നോട്ട് നീങ്ങി. ഇന്നോവയുടെ ഡ്രൈവർ സീറ്റിൽ നിന്ന് തൂവെള്ളമുണ്ടും മുറിക്കയ്യൻ വെള്ള ഷർട്ടും ധരിച്ച ഒരാൾ ഇറങ്ങി. മുരുകവേൽ ആയിരുന്നു അത്. അയാൾ ഡോർ അടച്ച് ലോക്ക് ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കും കാരണവർ കേശവ് തൊട്ടു പിന്നിലെത്തി. നീ ബോഡിമേട്ടിൽ നിന്ന് ചുരമിറങ്ങി തുടങ്ങിയ നിമിഷം മുതൽ ഞാൻ കാത്തിരിക്കുകയായിരുന്നു ഒന്ന് കാണാൻ, നിന്റെ വീര്യമളക്കാൻ. എന്താ റെഡിയല്ലേ? അയാളുടെ ചോദ്യം കേട്ട് നടുങ്ങിപ്പോയി കാരണവർ കേശവ്. മുരുകവേൽ വീണ്ടും തിരിഞ്ഞു നോക്കാതെ തിരക്കി. ആ സെൽഫോൺ തേടി വന്നതാ നീ അല്ലേ? കാരണവർ വീണ്ടും നടുങ്ങി. അധ്യായം 14. റേഞ്ചർ കാരണവർ കേശവ് ചലനം നഷ്ടപ്പെട്ടതുപോലെ നിന്നുപോയി. മുരുകവേൽ അപ്പോഴും തിരിഞ്ഞു നോക്കിയില്ല. പകരം പരിഹാസം നിറഞ്ഞ ശബ്ദത്തിൽ തിരക്കി. എന്താ റേഞ്ചറെ മിണ്ടാത്തത്? എന്റെ വേരുകൾ തേടി ഇവിടെ വരെ എത്തിയ നീ എന്നെക്കുറിച്ച് നല്ലവണ്ണം മനസ്സിലാക്കിയിട്ടുണ്ടാവുമല്ലോ. ഇത്തവണ മുരുകവേൽ കാരണവർക്ക് നേരെ തിരിഞ്ഞു. കാരണവർ കേശവിന്റെ അതുവരെ ഉണ്ടായിരുന്ന സ്തബ്ധത പെട്ടെന്ന് മാറി. മിന്നൽ വേഗത്തിൽ അരയിൽ നിന്നൊരു റിവോൾവർ വലിച്ചെടുത്ത് അയാൾ മുരുകവേലിന്റെ നെഞ്ചിൽ കുത്തി. അതേടാ നായേ, നിന്നെക്കുറിച്ച് നന്നായി അറിഞ്ഞിട്ട് തന്നെയാ ഞാൻ വന്നിരിക്കുന്നത്. കേരളത്തിൽ നിന്ന് കടത്തിക്കൊണ്ടുവരുന്ന ചന്ദനം നിന്റെ മേൽനോട്ടത്തിൽ ഇവിടെ തൈലമായി രൂപമാറ്റം സംഭവിക്കുന്നു. MLA ശിവശങ്കറുടെ ദാസനും ഇവിടത്തെ ഗുണ്ടാ നേതാവുമല്ലേ നീ? ഇവിടത്തെ പോലീസുകാരും രാഷ്ട്രീയക്കാരുമെന്നും നീ പറഞ്ഞാൽ മൂത്രമടിക്കില്ല. റിവോൾവറിന്റെ ബാരൽ കൊണ്ട് പിന്നോട്ട് തള്ളി മുരുകവേലിനെ കാറിലേക്ക് ചേർത്തമർത്തി കാരണവർ. ശേഷം ക്രൂരമായ ഒരു ചിരിയോടെ പറഞ്ഞു, ഇവിടെ തമിഴ്നാട്ടിൽ നീ വലിയ പുള്ളിയായിരിക്കും, പക്ഷേ എന്റെ മുന്നിൽ നീ വെറും പുല്ല്. എങ്കിലും നിനക്ക് ഞാനൊരു ഫേവർ ചെയ്യാം. എന്റെ സെൽഫോണിൽ നിന്ന് യാതൊന്നും മായ്ച്ചു കളയാതെ തിരികെ തന്നാൽ നമ്മൾ കൈകൊടുത്ത് പിരിയും. ഈ ഹോട്ടലിന്റെ ബാറിൽ കയറി മുഖാമുഖമിരുന്ന് 2 പെഗ് കഴിക്കും. അല്ലെങ്കിൽ നെഞ്ചിൽ അമർന്നിരിക്കുന്ന റിവോൾവറിനെ കുറിച്ച് തെല്ലും പരിഭ്രമമില്ലാതെ കാരണവരുടെ കണ്ണുകളിലേക്ക് നോട്ടം ഉറപ്പിച്ചുകൊണ്ടായിരുന്നു മുരുകവേലിന്റെ ചോദ്യം. അല്ലെങ്കിൽ നിന്നെ ഈ നിമിഷം ഇവിടെ വെച്ച് തീർക്കും ഞാൻ. കാരണവരുടെ വലതു കൈയുടെ ചൂണ്ടുവിരൽ റിവോൾവറിന്റെ ട്രിഗറിൽ മെല്ലെ തടവിക്കൊണ്ടിരുന്നു. എന്നിട്ട് നിങ്ങൾ എന്തു ചെയ്യും? മുരുകവേൽ ചിരിച്ചു. എന്നിട്ട് ചത്ത പട്ടികണക്കെ നിന്റെ ശരീരം ഇവിടെ ഉപേക്ഷിച്ചിട്ട് ഞാൻ പോകും. കാരണവരുടെ ശബ്ദം മുറുകി. ഓഹോ, എന്നെ കൊന്നിട്ട് നിനക്ക് തമിഴ്നാടിന്റെ അതിർത്തി കടക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? അതൊക്കെ പിന്നത്തെ കാര്യം. കാരണവർ തല കുടഞ്ഞു. സമ്മതിച്ചു. പക്ഷേ നിനക്കാ സെൽഫോൺ മടക്കി കിട്ടുമെന്ന് തോന്നുന്നില്ലേ?
അത് ഞാൻ MLA സാറിന് കൊടുത്തോ ഇല്ലയോ എന്ന് നിനക്കറിയാമോ? മുരുകവേൽ നാവ് നീട്ടി കീഴ്ചുണ്ട് ഒന്ന് തുടച്ചു. കാരണവരിൽ നേരിയ പരിഭ്രമമുണ്ടായി. എങ്കിലും അയാളത് പുറത്ത് പ്രകടിപ്പിച്ചില്ല. ആ ഫോൺ എവിടെയാണെന്ന് എനിക്കല്ലാതെ മറ്റൊരാൾക്കും അറിയില്ല, മുരുകവേൽ പറഞ്ഞു. കാരണവർ ഒരു നിമിഷം ചിന്തിച്ചു നിന്നു. കൊല്ലും മുമ്പ് നിന്നെക്കൊണ്ട് ഞാനത് പറയിക്കും. ഉച്ചത്തിൽ ചിരിച്ചുപോയി മുരുകവേൽ. അതിനു മുമ്പ് നിന്റെ തലയും ഉടലും ഇവിടെ വേർപെട്ട് വീണാലോ? അയാൾ ചോദിച്ച നിമിഷം തന്നെ പിന്നിൽ നിന്ന് തോട്ടി പോലെ ഒരു ലോഹം കാരണവരുടെ കഴുത്തിൽ കുരുങ്ങി. അതിന് വല്ലാത്ത തണുപ്പ്, ഒപ്പം പുറകിൽ നിന്ന് ഒരു ശബ്ദവും. നിന്റെ വിരല് കാഞ്ചിയിൽ അമരും മുമ്പ് നിന്റെ തല ഇവിടെ കിടന്ന് ഉരുളും. അതോടൊപ്പം പുറകിൽ നിന്ന് നേർത്ത തോതിൽ ഒരു വലിക്കലും ഉണ്ടായി. കാരണവരുടെ കഴുത്ത് നീറി. അറിയാതെ അയാൾ മുരുകവേലിന്റെ നെഞ്ചിൽ നിന്ന് റിവോൾവർ നീക്കിപ്പോയി. അതോടെ റേഞ്ചറുടെ കഴുത്തിൽ നിന്ന് ആയുധം മാറ്റപ്പെട്ടു. കഴുത്ത് തടവിക്കൊണ്ട് അയാൾ തിരിഞ്ഞു നോക്കി. അവിടെ 6 പേർ, വെള്ളമുണ്ടും ഷർട്ടും ധരിച്ചവർ. അവർ വന്നതുപോലും കാരണവർ അറിഞ്ഞിരുന്നില്ല. 6 പേരുടെയും കയ്യിൽ വെളിച്ചപ്പാടിൻ്റേതുപോലെ അഗ്രം കോർത്തു വളഞ്ഞ വാളുകൾ. ഏയ്! പിന്നിൽ നിന്ന് മുരുകവേൽ റിവോൾവറിന്റെ ബാരൽ കൊണ്ട് കാരണവരുടെ തോളിൽ തട്ടി. നീ വന്ന പോലെ മടങ്ങുന്നോ അതോ പെട്ടിയിൽ കിടന്ന് പോകുന്നോ? കാരണവർ ഉമിനീർ വിഴുങ്ങി. എന്റെ ഫോൺ അതങ്ങ് മറന്നേര് റേഞ്ചറെ. മുരുകവേൽ റിവോൾവർ ചലിപ്പിച്ച് ആംഗ്യം കാട്ടി. നീ വലിയ തന്ത്രശാലിയും ധൈര്യശാലിയുമാണെന്ന് കേട്ടിട്ടുണ്ട്. അത് കേരളത്തിൽ നടപ്പായേക്കും. പക്ഷെ ഇത് തമിഴ്നാടായിപ്പോയി. ഈ റിവോൾവർ പോലും ഇനി നിനക്ക് കിട്ടില്ല. പൊയ്ക്കോ. ഇതെന്റെ ഔദാര്യമാണെന്ന് മാത്രം കരുതിക്കോ. അല്ല മുരുകവേൽ, നമുക്കൊരു ഒത്തുതീർപ്പിൽ എത്തിക്കൂടെ? ഇവിടെ തന്ത്രം മാറ്റുകയാണ് രക്ഷയെന്ന് കാരണവർ തിരിച്ചറിഞ്ഞു. ആ ഫോണിന് പകരം നിങ്ങളെന്ത് ചോദിച്ചാലും ഞാൻ തരാം. അത് കേട്ട് മുരുകവേൽ മാത്രമല്ല ഒപ്പമുണ്ടായിരുന്നവരും പൊട്ടിച്ചിരിച്ചു. തനിക്ക് കൊടുത്തല്ലോ കാരണവരെ ശീലം, മറ്റുള്ളവരിൽ നിന്ന് വാങ്ങിയല്ലേ. അതുകൊണ്ട് മറക്കുക എല്ലാം. ഇപ്പോൾ ഇവിടെ നടന്നതുവരെ പൊയ്ക്കോ. മുരുകവേൽ ഷർട്ടിന്റെ പിൻഭാഗം ഉയർത്തി. കാരണവരുടെ റിവോൾവർ അവിടെ തിരുകി. ശേഷം തന്റെ ആളുകൾക്കൊപ്പം ബാറിലേക്ക് കയറാൻ ഭാവിച്ചു. എന്നാൽ 2 സ്റ്റെപ്പുകൾ കയറിയിട്ട് അയാൾ തിരിഞ്ഞു നിന്നു. ഒരു കാര്യം കൂടി. ഇനി ഫോണിലെ വീഡിയോയുടെ പേര് പറഞ്ഞ് MLAയോട് 50% ലാഭവിഹിതമോ വസ്തു വാങ്ങാൻ പണമോ എന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ റേഞ്ചറെ, ഞങ്ങൾക്ക് വീണ്ടും കേരളത്തിലേക്ക് വരേണ്ടി വരും. നിന്റെ ജീവന്റെ വിളവെടുപ്പിന്. ഗ്ലാസ് ഡോർ തള്ളി തുറന്ന് മുരുകവേലും കൂട്ടരും അകത്ത് മറഞ്ഞപ്പോഴും അവിടെ തന്നെ നിന്നുപോയി റേഞ്ചർ കാരണവർ കേശവ്. അടുത്ത ദിവസം ഉച്ച കഴിഞ്ഞപ്പോൾ അയാൾ തന്റെ ക്വാർട്ടേഴ്സിൽ മടങ്ങിയെത്തി. ലീവിലായിരുന്നത് കാരണം ഒരു കുപ്പി പൊട്ടിച്ച് 4 പെഗുകൾ തുടരെ കഴിച്ചു. മനസ്സിലെ തീ അണയുന്നില്ല. തേനിയിൽ വെച്ച് ഏൽക്കേണ്ടി വന്ന പരാജയം ഒരു ഭാഗത്ത്, ദിവസങ്ങളായി പടുത്തുയർത്തിയ സ്വപ്നങ്ങൾ മറുഭാഗത്ത്. MLA വിരട്ടി തന്റെ ആഗ്രഹങ്ങളെല്ലാം നേടിയെടുക്കാമെന്ന കണക്കുകൂട്ടലാണ് പിഴച്ചു പോയിരിക്കുന്നത്. ആ ഫോൺ നഷ്ടപ്പെട്ടതാണ് എല്ലാത്തിനും കാരണം. രാവിലെ അയാൾ പുതിയൊരു ഹാൻഡ്സെറ്റ് വാങ്ങിയിരുന്നു. സിം കാർഡിന്റെ ഡ്യൂപ്ലിക്കേറ്റും എടുത്തു. പക്ഷേ ആരെങ്കിലും ഒന്ന് വിളിക്കണമെന്ന് വെച്ചാൽ നമ്പരില്ല. തനിക്ക് ഭ്രാന്ത് പിടിക്കും എന്ന് തോന്നിപ്പോയി കാരണവർക്ക്. അടുത്ത നിമിഷം ചാർജിലിട്ടിരുന്ന അയാളുടെ പുതിയ ഫോൺ ശബ്ദിച്ചു. ആരെന്ന് മനസ്സിലാകാതെ അയാൾ അറ്റൻഡ് ചെയ്തു. ഹലോ, ഞാനാടോ? അപ്പുറത്തുനിന്ന് കേട്ട ശബ്ദം MLA ശിവശങ്കറുടേതാണെന്ന് അയാൾ തിരിച്ചറിഞ്ഞു. ആ സാർ, പറയൂ. ഉള്ളിൽ തിളച്ചുപൊങ്ങിയ പക അയാൾ കടിച്ചമർത്തി. തനിക്ക് പണം വേണമെന്ന് പറഞ്ഞിരുന്നില്ലേ? അത് ശരിയായിട്ടുണ്ട്. ഒറ്റ സെക്കൻഡ് കൊണ്ട് കാരണവർക്ക് ആഹ്ലാദവും ഒപ്പം സംശയവും ഉടലെടുത്തു. തന്നെ പരിഹസിക്കുകയാണോ MLA? തന്റെ ഫോൺ നഷ്ടപ്പെട്ട വിവരം അയാൾ അറിഞ്ഞിരിക്കില്ലേ? എന്താടോ മിണ്ടാത്തത്? ശിവശങ്കർ പിന്നെയും തിരക്കി. അല്ല സാർ, പണം കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ട് മതി. വല്ല വിധേനയും കാരണവർ നാവനക്കി. അതെന്താ? ശിവശങ്കർ വിടാനുള്ള ഭാവമില്ല. പെട്ടെന്ന് കാരണവരുടെ തലയ്ക്കുള്ളിൽ ഒരു തന്ത്രം മിന്നി. എന്നെക്കുറിച്ച് വിജിലൻസിൽ ആരോ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടെന്ന് അറിഞ്ഞു. പണം വാങ്ങി ഇവിടെ വെച്ചാൽ അവന്മാര് വന്ന് എന്നെ പൊക്കിയാലോ? അതുകൊണ്ട് നാട്ടിൽ പോകുന്ന സമയത്ത് വാങ്ങിക്കൊള്ളാം. മാത്രമല്ല വസ്തുവിന്റെ രജിസ്ട്രേഷന് കുറച്ച് കാലതാമസമുണ്ടെന്നും അറിഞ്ഞു. എങ്കിൽ തന്റെ ഇഷ്ടം. ഒരു ചിരിയോടെ ശിവശങ്കർ കോൾ മുറിച്ചു. കാരണവരുടെ മുഖം കറുത്തു. എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് MLA വിളിച്ചതെന്ന് അയാൾക്കുറപ്പായി. അതോടെ കാരണവർ ഒരു കടുത്ത തീരുമാനമെടുത്തു. എന്ത് വില കൊടുക്കേണ്ടി വന്നാലും തന്റെ ഫോൺ വീണ്ടെടുക്കും.
അതിനായി എന്ത് ക്രൂരകൃത്യവും താൻ ചെയ്യും. ഒരാഴ്ച കഴിഞ്ഞുള്ള ദിവസം. പരമശിവയ്ക്ക് സുഖമില്ലാത്തതിനാൽ അന്ന് നേരത്തെ കച്ചവടം നിർത്തി സൂര്യകാന്തി വീട്ടിലേക്ക് പോയി. ഹോട്ടലുകളിൽ നിന്ന് ഇറച്ചിയുടെ പണം അവൾ വാങ്ങിയിരുന്നില്ല. അടുത്ത ദിവസം മാടുകളെ വാങ്ങാൻ തമിഴ്നാട്ടിൽ പോകണം. അതുകൊണ്ട് ഉച്ചയോടെ വീണ്ടും അവൾ മറയൂർ ടൗണിലെത്തി. പെട്ടിയോട്ടോ കാൾവിൻ ഹോട്ടലിന്റെ മുന്നിലിട്ട് റെസ്റ്റോറന്റിന്റെ അടുത്തേക്ക് ചെന്നു. പണം വാങ്ങി തിരിച്ചു നടക്കാൻ ഭാവിക്കുമ്പോഴാണ് റെസ്റ്റോറന്റിന്റെ ഭാഗത്തുനിന്ന് ഒരു വിളി കേട്ടത്. ഏയ് സൂര്യകാന്തി! അവൾ തിരിഞ്ഞു നോക്കി. ടിഷ്യൂ പേപ്പറിൽ കൈ തുടച്ചുകൊണ്ട് അവൾക്കരികിലേക്ക് വരുന്നു റേഞ്ചർ കാരണവർ കേശവ്. സൂര്യകാന്തിയുടെ മുഖത്തൊരു ഭാവമാറ്റം ഉണ്ടായി. പേപ്പർ ചുരുട്ടി വേസ്റ്റ് ബിന്നിലേക്കിട്ട് അയാൾ പുറകിലേക്ക് ഒരാംഗ്യം കാണിച്ചു. കാക്കി യൂണിഫോം ധരിച്ച സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ, ഏതാണ്ട് 6 അടിയോടടുത്ത് ഉയരവും അതിന് തക്കതായ ബലവും തോന്നിക്കുന്ന ആൾ, കട്ടിമീശയും കാന്തശക്തി തോന്നിക്കുന്ന കണ്ണുകളും. അയാളെ ആദ്യമായി കാണുകയാണവൾ. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനാണെന്ന് യൂണിഫോം കണ്ടപ്പോൾ മനസ്സിലായി. അയാളും അവളെ ആകമാനം ഒന്ന് നോക്കി. കാരണവർ അവളെ അയാൾക്ക് പരിചയപ്പെടുത്തി. നമുക്ക് വേണ്ടപ്പെട്ട ആളാ, മറയൂരെ ഇറച്ചിയുടെ മൊത്തക്കച്ചവടക്കാരി. കാടിനെയും കാട്ടുമൃഗങ്ങളെയുമൊക്കെ സ്വന്തക്കാരെ പോലെ സ്നേഹിക്കുന്നവൾ. പേര് സൂര്യകാന്തി. സ്വഭാവം സൂര്യനേക്കാൾ ചൂടുള്ളതാ. എന്തോ വലിയ ഫലിതം പറഞ്ഞ മട്ടിൽ കാരണവർ ഉച്ചത്തിൽ ചിരിച്ചു. റെസ്റ്റോറന്റിൽ ഇരുന്നവരും ഹോട്ടലിലേക്ക് വരുന്നവരും അത് ശ്രദ്ധിച്ചു. വല്ലാത്ത കുറച്ചിൽ തോന്നി സൂര്യകാന്തിക്ക്. ചെറുപ്പക്കാരൻ പക്ഷേ ഒന്നും മിണ്ടാതെ അവളുടെ ഓരോ ഭാവവും ശ്രദ്ധിച്ചു നിന്നു. കാരണവർ തുടർന്നു. പോലീസിലൊക്കെ വലിയ പിടിപാടാ കാന്തിക്ക്. നമ്മളെന്തെങ്കിലും പറയുമ്പോൾ സൂക്ഷിക്കണം, അല്ലെങ്കിൽ ഇവള് പരാതി കൊടുക്കും. ഇവിടത്തെ CI ആണെങ്കിൽ ഇവിടെ പരാതിക്ക് വേണ്ടി കാത്തിരിക്കുക. കിട്ടിയാലുടനെ അന്വേഷണത്തിനിറങ്ങാൻ. പരിഹാസം കൂടിയതോടെ സൂര്യകാന്തിയുടെ ക്ഷമ നശിച്ചു. കാരണവർ സാർ! അവൾ പൂർത്തിയാക്കും മുമ്പ് ചെറുപ്പക്കാരൻ ഇടപെട്ടു. സൂര്യകാന്തി, ലീവ് ഇറ്റ്. സാറൊരു തമാശ പറഞ്ഞതല്ലേ. അയാളോട് മറുത്തൊന്നും പറയാൻ സൂര്യകാന്തിക്ക് തോന്നിയില്ല. അപ്പോൾ കാരണവർ പറഞ്ഞു, ആ, ഞാനിയാളെ കാന്തിക്ക് പരിചയപ്പെടുത്തിയില്ലല്ലോ. ആദ്യമായിട്ടാ കാണുന്നതെങ്കിലും പറഞ്ഞാൽ അറിയുമെന്ന് എനിക്കുറപ്പുണ്ട്. ഒന്ന് നിർത്തിയിട്ട് അയാൾ പറഞ്ഞു, ഇത് പുതിയ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ റെജി ടി തോമസ്. പഴയ സജിയം തമ്പിസാറിന്റെ മകനാ. കാന്തിയുടെ അച്ഛന് സജിസാറിനെ നന്നായിട്ടറിയാം. തലയ്ക്ക് മുകളിൽ ഒരു വെള്ളിടി വെട്ടിയ പോലെ നടുങ്ങി വിളറി സൂര്യകാന്തി. ഹോട്ടൽ ബിൽഡിംഗ് തന്റെ ശിരസിലേക്ക് അടർന്ന് പതിക്കുന്നത് പോലെ. ഏയ് കാന്തി! റെജി ടി തോമസ് വിളിച്ചു. പേക്കിനാവ് കണ്ട് ഞെട്ടി ഉണർന്നതുപോലെ അവൾ റെജി ടി തോമസിനെ പകച്ചു നോക്കി. എന്തുപറ്റി? അയാൾ ചിരിച്ചു. ഒന്നുമില്ല. തിടുക്കത്തിൽ അവൾ പുറത്തേക്ക് നടക്കാനാഞ്ഞു. നിന്നേ, റെജി പറഞ്ഞു. സൂര്യകാന്തിയുടെ കാലുകൾ നിശ്ചലമായി. വല്ലപ്പോഴും നല്ല ഇറച്ചി നോക്കി കുറച്ച് എനിക്ക് കൂടി തരേണ്ടി വരും കേട്ടോ, അവൾ മൂളി. പിന്നെ അയാൾ തുടർന്നു. നിങ്ങൾ പണ്ട് റേഞ്ചർ മാത്യു സാറിന് വിറ്റ ഭൂമി ഞാനിങ്ങ് വാങ്ങി. അവിടം കിളച്ചിളക്കി പഴത്തോട്ടം നിർമ്മിക്കാനാ എന്റെ പ്ലാൻ. അതിന് കാന്തിയുടെയും അച്ഛന്റെയും സഹായം വേണ്ടിവരും എനിക്ക്. ഓരോ ഭാഗത്തും എന്തൊക്കെയാ വിളയുകയെന്ന് നിങ്ങൾക്കാണല്ലോ ശരിക്കും അറിയാവുന്നത്. അപ്പോഴും മറുപടി ഒരു മോഡലിൽ ഒതുക്കി സൂര്യകാന്തി. റെജി പറഞ്ഞു, ശരിയാ, ആ മണ്ണിൽ എവിടെയൊക്കെ എന്തൊക്കെയുണ്ടെന്ന് ഇവളുടെ അച്ഛൻ പരമശിവയ്ക്ക് വ്യക്തമായി അറിയൂ. കാരണവർ കേശവും പറഞ്ഞു. ആ വാക്കുകളിൽ മറഞ്ഞിരുന്ന ഭീഷണി സൂര്യകാന്തിക്ക് വ്യക്തമായി. ചലനമറ്റുപോയ കാലുകൾ വലിച്ചു നീക്കി വല്യവിധേനയും അവൾ ഓട്ടോയ്ക്ക് അടുത്തെത്തി. ബാക്കി ഹോട്ടലുകളിൽ നിന്ന് ഇറച്ചിയുടെ പണം വാങ്ങാതെ അതിവേഗം അവൾ വീട്ടിലേക്ക് ഓട്ടം പായിച്ചു. മുറ്റത്ത് ഓട്ടോ നിർത്തി സൂര്യകാന്തി തിടുക്കത്തിൽ ഇറങ്ങുമ്പോൾ തിണ്ണയിലെ കസേരയിലുണ്ടായിരുന്നു പരമശിവ. ഇത്ര വേഗം നീങ്ങി വന്നോ? അയാൾ നിവർന്നിരുന്നു. ആ, തിണ്ണയിലേക്ക് കയറിയതും അവൾ അറിയിച്ചു. അയാൾ വന്നു. സജിയം തമ്പിസാറിന്റെ മകൻ റെജി ടി തോമസ്. ഞാൻ കണ്ടു. മുഖം പൊള്ളിയതുപോലെ പിന്നോട്ട് ഒന്നാഞ്ഞു പരമശിവ. എന്നിട്ട് ഹോട്ടലിൽ വെച്ച് ഉണ്ടായ സംഭവം അവൾ പറഞ്ഞു. മിണ്ടാനായില്ല പരമശിവയ്ക്ക്. അകലേക്ക് കണ്ണുനട്ട് ഒരു ശവം പോലെ അയാൾ ഇരുന്നു. ഏതാനും ദിവസങ്ങൾ കൂടി കഴിഞ്ഞു. റെജി ടി തോമസ് ഏതു ദിവസവും കോവിലൂര് ഭൂമി ഉഴുതുമറിക്കാൻ JCBയുമായി പുറപ്പെടുമെന്ന് പരമശിവയ്ക്ക് അറിയാമായിരുന്നു. അതുവരെയേ ഉള്ളൂ തന്റെ ജീവിതമെന്നും അയാൾ ഭയന്നു. ഓരോ ദിവസം കഴിയുന്തോറും അയാളുടെ ഭീതി ഏറി വന്നു. എല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു സൂര്യകാന്തി. അവൾ അയാളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു.
അച്ഛൻ വിഷമിക്കണ്ടെന്നേ. അങ്ങനെ ഒരുത്തനും നമ്മളെ കൊടുക്കാൻ കഴിയില്ല. ഞാൻ പറഞ്ഞിട്ടില്ലേ അച്ഛാ, നമ്മൾ പൊരുതി നിൽക്കും. അതിനൊന്നും പരമശിവയ്ക്ക് മറുപടിയില്ല. എങ്ങനെ പൊരുതി നിൽക്കുമെന്നാണ് ഇവൾ വിചാരിക്കുന്നത്? അന്ന് ചന്ത പിരിയുന്ന സമയം. കാതുകളിൽ പ്രകമ്പനം തീർക്കുന്ന ശബ്ദത്തോടെ ഒരു ബുള്ളറ്റ് ബൈക്ക് ഇറച്ചിക്കടയുടെ മുന്നിൽ വന്നു നിന്നു. ഇറച്ചി വെട്ടാൻ ഉപയോഗിക്കുന്ന കത്തികൾ ഒരു സഞ്ചിയിലേക്ക് വയ്ക്കുകയായിരുന്നു സൂര്യകാന്തി. ബൈക്കിൽ ഇരുന്നത് ഒരു ഹെൽമറ്റ് ധാരിയാണ്. സൂര്യകാന്തിയും പരമശിവയും അയാളെ ശ്രദ്ധിച്ചു. പതുക്കെ ഹെൽമറ്റ് ഊരി മാറ്റിയിട്ട് അയാൾ അവർക്ക് നേരെ മുഖം തിരിച്ചു. നെറ്റിക്ക് മധ്യത്തിൽ പാമ്പ് കൊത്തിയതുപോലെ ഇരുവരും വിറച്ചുപോയി. ഫോറസ്റ്റ് ഡ്രൈവർ സണ്ണിമോൻ. ഇടം കാൽ തറയിൽ കുത്തി വലതുകാൽ ബൈക്കിന്റെ ഹാൻഡിലിന് പുറത്തുകൂടി വീശി അയാൾ ഇറങ്ങി. കോടതിയിൽ വരുന്ന വഴിയാ ഞാൻ. സണ്ണിമോൻ പല്ലിടിച്ചു. ഞാൻ പുറത്തിറങ്ങിയെന്ന് ആദ്യം അറിയിക്കേണ്ടത് നിങ്ങളെയാണല്ലോ. എന്നും ഞാൻ അകത്ത് തന്നെ കഴിയുമെന്ന് നിങ്ങൾ കരുതി കാണും, എനിക്കറിയാം. അയാൾ സൂര്യകാന്തിയെ അടിമുടി നോക്കി. നമുക്ക് കാണാം. നീ ഒന്നുകൂടി കൊഴുത്തിട്ടുണ്ടല്ലോടി. ഇനി ഞാൻ ഇവിടെയൊക്കെ തന്നെ കാണും, സസ്പെൻഷനിലാണെങ്കിലും. എടോ, സൂര്യകാന്തി സഞ്ചിയിൽ നിന്ന് വലിയ കത്തി വലിച്ചെടുത്തു. ഇത് എന്റെ കയ്യിലും കാണും, താൻ ഓർത്തോ? ഓ, അപ്പോൾ കാണാം. സണ്ണിമോൻ ബൈക്കിൽ കയറി. എന്നിട്ട് റാ പോലെ അത് വീശിയെടുത്ത് കണ്ണിൽ നിന്ന് മറഞ്ഞു. സൂര്യകാന്തി ദീർഘമായി നിശ്വസിച്ചു. ശത്രുക്കളുടെ എണ്ണം കൂടുന്നു. കാരണവർ കേശവ്, റെജി ടി തോമസ്, സണ്ണിമോൻ. 3 പേർക്കും വേണ്ടത് തന്നെയും അച്ഛനെയുമാണ്. അന്ന് രാത്രി പരമശിവ നേരത്തെ കിടന്നു. കിടക്കാൻ ഭാവിക്കുകയായിരുന്നു സൂര്യകാന്തിയും. പെട്ടെന്ന് പിൻഭാഗത്ത് പോത്തുകളെ കെട്ടിയിരുന്ന സ്ഥലത്ത് ഒരു ശബ്ദം. പോത്തുകൾ വിരണ്ട് ചാടിയതുപോലെ. കഴിഞ്ഞ ദിവസം കൊണ്ടുവന്ന പോത്തുകളാണ്. അവ വേലി പൊളിച്ചോ എന്ന് സൂര്യകാന്തി സംശയിച്ചു. ടോർച്ചുമായി അവൾ പുറത്തേക്ക് പോകാനാഞ്ഞു. ഞാൻ വരണോടി? പരമശിവ തിരക്കി. അയാൾ ഉറങ്ങിയിരുന്നില്ല. വേണ്ടച്ഛ. സൂര്യകാന്തി അടുക്കള വാതിൽ തുറന്ന് പിൻഭാഗത്തെത്തി. 16 പോത്തുകൾ, ബാക്കി കാണണം. അവൾ ടോർച്ചിന്റെ വെളിച്ചത്തിൽ എണ്ണി നോക്കി. എല്ലാമുണ്ട്. അവൾ പിന്തിരിഞ്ഞു. പക്ഷേ ഒരാളുടെ ശരീരത്തിലാണ് ഇടിച്ചു നിന്നത്. ഞെട്ടലോടെ അവൾ നിലവിളിക്കാൻ ഭാവിച്ചു. പക്ഷേ അതിനു മുമ്പ് ഒരു കൈ അവളുടെ ശിരസിനെ ചുറ്റി മുഖത്തമർന്നു. അടുത്ത കൈ അരയിലും ചുറ്റപ്പെട്ടു. ടോർച്ച് പിടിവിട്ട് വീണു. സൂര്യകാന്തിക്ക് നിലവിളിക്കാനോ കുതറാനോ കഴിഞ്ഞില്ല. അധ്യായം 15. കരുത്തുറ്റ ആ കൈകൾ സൂര്യകാന്തിയെ പിന്നോട്ട് വലിച്ച് വീണ്ടും മുറുക്കി. പാമ്പ് ഇരയെ ചുറ്റിപ്പിടിക്കുന്നത് പോലെയായിരുന്നു അത്. സൂര്യകാന്തിയുടെ കാലുകൾ നിലത്തുകൂടി വലിഞ്ഞു. അവൾക്ക് ശ്വാസം മുട്ടിത്തുടങ്ങി. നിലത്ത് വീണ ടോർച്ചിന്റെ വെളിച്ചം നേർരേഖ പോലെ വിദൂരതയിലേക്ക് പാഞ്ഞുകൊണ്ടിരുന്നു. വീടിന് വടക്ക് ഭാഗത്തുകൂടി ആ കൈകൾ സൂര്യകാന്തിയെ വനത്തിന്റെ ഭാഗത്തേക്ക് കൊണ്ടുപോയി. അവൾ കാലുകൾ തറയിലടിച്ച് പിടഞ്ഞു. ഇര പകുതി വിഴുങ്ങിയ ഒരു ജീവിയുടെ ബാക്കി ഭാഗം പിടയും പോലെ. മുഖത്തമർന്ന വിരലുകൾ അല്പം അകന്നപ്പോൾ അവൾക്ക് ശ്വാസം വലിച്ചെടുക്കാൻ മാത്രം സാധിച്ചു. കുറച്ചുനേരം കഴിഞ്ഞിട്ടും സൂര്യകാന്തി മടങ്ങി വരാഞ്ഞപ്പോൾ പരമശിവ കിടക്കയിൽ എഴുന്നേറ്റിരുന്ന് വിളിച്ചു. മോളെ കാന്തി, പോത്തു വല്ലതും ചാടിപ്പോയോടി? മറുപടിയില്ല. പരമശിവ അടുക്കളയിലെ തുറന്നു കിടന്ന വാതിൽ വഴി പോത്തുകളെ കെട്ടിയിരുന്ന ഭാഗത്തേക്ക് ചെന്നു. തറയിൽ കത്തിക്കിടക്കുന്ന ടോർച്ചാണ് അയാൾ ആദ്യം കണ്ടത്. പരമശിവയുടെ ചങ്കിടിച്ചു. പോത്ത് കാന്തിയെ ആക്രമിച്ചു. അങ്ങനെയും ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കൊല്ലാൻ നേരത്ത് കയറ് പൊട്ടിച്ചുകൊണ്ട് പോത്ത് ഓടിപ്പോയ സംഭവമുണ്ട്. മോളെ, പരിഭ്രമത്താൽ പരമശിവയുടെ ശബ്ദം ചിലമ്പി. മറുപടി അപ്പോഴുമില്ല. പരമശിവ തിടുക്കത്തിൽ ടോർച്ചെടുത്ത് ചുറ്റും വെളിച്ചമടിച്ചു നോക്കി. ഒരിടത്തും സൂര്യകാന്തിയെ കാണാതെ വന്നപ്പോൾ അയാൾക്ക് ആപത്തുറപ്പായി. മോളെ. ഇരുളിൽ അയാളുടെ ശബ്ദം വല്ലാതെ ഉയർന്നു. അപ്പോഴേക്കും ബലിഷ്ഠമായ കൈകൾ അവളെ വനത്തിൽ എത്തിച്ചിരുന്നു. പാറയിൽ കല്ലുകൊണ്ട് ഉരസും പോലെ ഒരു ശബ്ദം അവളുടെ കാതിൽ വീണു. മിണ്ടിയാൽ പിന്നെ നീയില്ല. വയസ്സനായ നിന്റെ തന്തയ്ക്ക് ഇത്തിരി ചൂടുവെള്ളമെങ്കിലും കൊടുക്കണമെന്ന് വിചാരമുണ്ടേൽ എന്നെ അനുസരിച്ചോണം. ഞാൻ കൈമാറ്റാൻ പോവാ. മെല്ലെ മുഖത്തെ കൈ അയഞ്ഞത് സൂര്യകാന്തി അറിഞ്ഞു. ശ്വാസം വലിച്ചു വിട്ടുകൊണ്ട് അവൾ മുഖം തിരിച്ചു. അരയിൽ ചുറ്റിയ കൈ അപ്പോഴും മാറിയിരുന്നില്ല. തനിക്ക് പിന്നിൽ തന്നേക്കാൾ 2 അടിയോളം ഉയരമുള്ള ഒരു കറുത്ത മനുഷ്യരൂപത്തെ അവൾ കണ്ടു. അയാളിൽ നിന്ന് വിയർപ്പിന്റെ അതിരൂക്ഷമായ ഗന്ധം പരക്കുന്നു. വിടടാ എന്നെ. സൂര്യകാന്തി ചീറിക്കൊണ്ട് ശക്തമായി കുതറി. അതോടെ 2 കൈകളും അവളുടെ അരയിൽ മുറുകി. വിടണമെങ്കിൽ നീ എന്നെ അനുസരിക്കണം. അയാൾ തിമട്ടി. ഇപ്പോൾ സൂര്യകാന്തിക്ക് ആളിനെ പിടികിട്ടി. നിശാചരൻ ഭൈരവമൂർത്തി. എടാ നായേ,
പൊടുന്നനെ അവൾ കുനിഞ്ഞ് അയാളുടെ കയ്യിൽ ആഞ്ഞു കടിച്ചു. ഹാ! നിലവിളിച്ചുപോയി ഭൈരവമൂർത്തി. നാവിൽ ചോരയുടെ രുചി അറിഞ്ഞു സൂര്യകാന്തി. എടി പിശാചേ! ഭൈരവമൂർത്തി പിടിവിട്ടതും കൈവീശി അവളുടെ കവിളടക്കം ആഞ്ഞൊരടി. അയ്യോ! സൂര്യകാന്തി തെറിച്ച് തൊട്ടു മുന്നിലുള്ള പോച്ചപ്പുല്ലുകൾക്ക് മീതെ കമിഴ്ന്നു വീണു. കൈ കുടഞ്ഞുകൊണ്ട് ഭൈരവമൂർത്തി അവളെ മുടിയിൽ കുത്തിപ്പിടിച്ചുയർത്തി. പിന്നെ ഒറ്റയടി കൂടി. അതോടെ ബോധം മറയുന്നത് പോലെ സൂര്യകാന്തിക്ക് തോന്നി. വാടി വാഴത്തട കണക്കെ അവൾ അയാളുടെ കാൽച്ചുവട്ടിൽ കിടന്നു. യാതൊരു തിടുക്കവും കൂടാതെ ഭൈരവമൂർത്തി അവളെ ഉയർത്തി തോളിലിട്ടുകൊണ്ട് റോഡിലേക്കുള്ള നടപ്പാതയിലൂടെ നീങ്ങി. വേട്ടയാടി പിടിച്ച മാൻകുട്ടിയെ എടുത്തുകൊണ്ടു പോകുന്നത് പോലെ. മരങ്ങൾ അല്പം കുറഞ്ഞ ഭാഗത്ത് ചെന്നപ്പോൾ നാട്ടുവെളിച്ചത്തിൽ കാഴ്ചകൾ വ്യക്തമായി തുടങ്ങി. ഭൈരവമൂർത്തിയുടെ തോളിൽ നിന്ന് കുതിറിച്ചാടാൻ സൂര്യകാന്തി കൊതിച്ചു. എന്നാൽ അതിനുള്ള ശക്തി ശരീരത്തിനില്ലായിരുന്നു. തലച്ചോർ ഇളകിക്കിടക്കുന്നത് പോലെ അസഹ്യമായ വേദനയും. നിലവിളിക്കാൻ പോലും കഴിയുന്നില്ല. പെട്ടെന്ന് ഭൈരവമൂർത്തി നിന്നു. ഏതാനും അടി മുന്നിൽ 2 വെള്ളിത്തിളക്കങ്ങൾ. ഏതാണ്ട് കാടമുട്ടയേക്കാൾ വലിപ്പമുണ്ടായിരുന്നു അവയ്ക്ക്. ഭൈരവമൂർത്തിയുടെ നെറ്റി ചുളിഞ്ഞു. ഭീതി ഒരു നൂൽപ്പാമ്പായി അയാളിലേക്ക് പാഞ്ഞു കയറി. മുന്നിലുള്ളത് ഒരു കാട്ടുമൃഗമാണ്. പക്ഷേ ഏതാണെന്ന് വ്യക്തമല്ല. എന്തായാലും അല്പം വലിപ്പമുള്ളതും അപകടകാരിയുമാണ്. തിരിഞ്ഞോടാൻ കഴിയില്ലെന്നുറപ്പ്. പൊടുന്നനെ ആ മൃഗം ഒന്ന് മുരണ്ടു. അതോടെ ഭൈരവമൂർത്തി തിരിച്ചറിഞ്ഞു, അതൊരു പുലിയാണ്. സൂര്യകാന്തിയും അതിന്റെ ശബ്ദം കേട്ടിരുന്നു. അടുത്ത നിമിഷം ഭൈരവമൂർത്തി അവളെ താഴെയിട്ടു. പിന്നെ തിരിഞ്ഞോടാൻ ഭാവിക്കുകയായിരുന്നു അയാൾ. പക്ഷേ മിന്നായം പോലെ സൂര്യകാന്തി കണ്ടു, തനിക്ക് മുകളിലൂടെ പുലി കുതിച്ചു ചാടുന്നു. ഭൈരവമൂർത്തിയുടെ നേർക്ക് പറക്കുന്നത് പോലെയായിരുന്നു അത്. അടുത്ത നിമിഷം തന്നെ ഭൈരവമൂർത്തിയുടെ അലറിപ്പിടച്ചിൽ കേട്ടു. സൂര്യകാന്തി കിടുകിടെ വിറച്ചു. ചാടി എഴുന്നേറ്റ് അവൾ ആ ഭാഗത്തേക്ക് പകച്ചു നോക്കി. അവിടെ കുറ്റിക്കാടുകളും പുല്ലുകളും ഉലയുന്ന ശബ്ദവും പുലിയുടെ മുരൾച്ചയും നിശാചരന്റെ ശക്തി ക്ഷയിക്കുന്ന നിലവിളിയും മാത്രം. ശ്വാസം നഷ്ടപ്പെട്ടതുപോലെ നിൽക്കുകയാണ് സൂര്യകാന്തി. ഓടണമെന്നുണ്ട്, പക്ഷേ കാലുകൾ അനങ്ങുന്നില്ല. പച്ചച്ചോരയുടെ ഗന്ധം അവിടമാകെ നിറഞ്ഞു. നിമിഷങ്ങൾ കുറ്റിക്കാടുകളുടെ ഉലച്ചിൽ നിന്നു. ഭൈരവമൂർത്തിയുടെ ചലനവും നിലച്ചു കഴിഞ്ഞെന്ന് സൂര്യകാന്തിക്ക് ബോധ്യമായി. ഇനി എന്ത്? വേട്ടയ്ക്ക് പോകുമ്പോൾ ഒരുപാട് ഹിംസ്ര ജന്തുക്കൾ തന്റെ മുന്നിൽ വന്നിട്ടുണ്ടെന്നും തന്ത്രപൂർവം അവയിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടെന്നും അവൾ ഓർത്തു. പക്ഷേ ഇവിടെ ഒന്നും കഴിയാത്ത അവസ്ഥയാണ്. അവളുടെ കണ്ണുകൾ കുറ്റിക്കാടിന്റെ ഭാഗത്ത് തറഞ്ഞു നിന്നു. പെട്ടെന്നവൾ കണ്ടു, കുറ്റിക്കാട്ടിൽ നിന്ന് പുറത്തേക്ക് വരുന്ന പുലി. നാട്ടുവെളിച്ചത്തിലും അതിന്റെ മുഖത്ത് ചോര പറ്റിപ്പിടിച്ചിരിക്കുന്നത് കാണാം. ഇനി അത് തന്നെ കൊല്ലും. മനുഷ്യച്ചോരയുടെ രുചിയറിഞ്ഞ മൃഗം ഒരാളെയും വിടില്ല. സർവശക്തിയും സമാഹരിച്ച് ഒരോട്ടത്തിന് തയ്യാറെടുക്കുകയായിരുന്നു അവൾ, ഒരു ഭാഗ്യ പരീക്ഷണത്തിന്. പക്ഷേ പുലി അപ്പോഴേക്കും അവളുടെ തൊട്ടരികിൽ എത്തി. അതൊരു ശബ്ദം പുറപ്പെടുവിച്ചു. ഓടാൻ ഉയർത്തിയ കാൽ സൂര്യകാന്തി പെട്ടെന്ന് പിൻവലിച്ചു. ആ ശബ്ദം അവൾക്ക് പരിചയമുള്ളതായിരുന്നു. അമ്മു! ആഹ്ലാദത്തോടെ അവൾ വിളിച്ചു. പുലി വീണ്ടും ഒരു ശബ്ദമുണ്ടാക്കിക്കൊണ്ട് അവളുടെ കാൽച്ചുവട്ടിൽ കിടന്നു. സന്തോഷത്താൽ സൂര്യകാന്തിയുടെ കണ്ണുകൾ നിറഞ്ഞു തൂവി. പുലിയുടെ അരികിലായി തറയിൽ ഇരുന്നു കൊണ്ട് അവൾ അതിനെ തടവി. അവസാനം നീ തന്നെ വേണ്ടി വന്നു എന്നെ രക്ഷിക്കാൻ. അവൾ കുനിഞ്ഞ് അതിന്റെ ശിരസിൽ മുഖം അമർത്തി. അപ്പോൾ മനുഷ്യച്ചോരയുടെ ഗന്ധം അവൾക്ക് ശരിക്കും അനുഭവപ്പെട്ടു. ആഹാരം കൊടുത്താൽ ഏതു മൃഗവും അതിന്റെ നന്ദി കാണിക്കും. പക്ഷെ മനുഷ്യനോ? വെറുതെ അങ്ങനെ ഓർത്തുപോയി സൂര്യകാന്തി. എന്നാൽ പെട്ടെന്നവൾക്ക് മറ്റൊരപകടം മണത്തു. ഭൈരവമൂർത്തിയുടെ ശവം ഇവിടെ കിടക്കുന്നത് ആപത്താണ്. അയാളെ വകവരുത്തിയത് പുലിയാണെന്ന് ഒറ്റനോട്ടത്തിൽ ഫോറസ്റ്റുകാർ തിരിച്ചറിയും. പിന്നെ അമ്മുവിനെ അവർ നരഭോജികളുടെ ലിസ്റ്റിൽ പെടുത്തും. കെണിവെച്ച് പിടിക്കും. അകലെ എവിടെയെങ്കിലും കൊണ്ടുവിടുകയോ മൃഗശാലയിലേക്ക് അയക്കുകയോ ചെയ്യും. രണ്ടായാലും തനിക്കത് താങ്ങാൻ കഴിയില്ല. നിന്നെ അപകടത്തിൽ പെടുത്താതിരിക്കാൻ എനിക്ക് ചിലത് ചെയ്യണം അമ്മോ, പറഞ്ഞുകൊണ്ട് സൂര്യകാന്തി എഴുന്നേറ്റു. തെല്ലകലെ കൂടി കുത്തിയൊഴുകി താഴേക്ക് പോകുന്ന അരുവിയുടെ മുഴക്കം അവളുടെ കാതുകളിൽ വന്നു വീണു. ഒരുപാട് ഗർത്തങ്ങളും പാറയിടുക്കുകളുമുള്ള അരുവിയാണ്. വഴുവഴുക്കലുള്ള പാറകൾ. പരന്ന ചില ഭാഗങ്ങളിൽ ഇറങ്ങി ആളുകൾ കുളിക്കുന്നതൊഴിച്ചാൽ ആരും അതിലേക്ക് ഇറങ്ങാറില്ല. സൂര്യകാന്തി ചതഞ്ഞുകിടക്കുന്ന കുറ്റിക്കാടിനടുത്തെത്തി. ആരോ ഇറഞ്ഞുകളഞ്ഞ മനുഷ്യക്കോലം പോലെ അവിടെ നിശാചരൻ ഭൈരവമൂർത്തി കിടക്കുന്നു.
അവൾ അയാളുടെ കയ്യിൽ പിടിച്ച് ആയാസത്തോടെ വലിച്ചു. അവളുടെ കയ്യിൽ പശ പോലെ അയാളുടെ ചോര കുഴഞ്ഞു പറ്റി. ആ ശരീരം വലിച്ചുകൊണ്ട് പോവുക ബുദ്ധിമുട്ടായിരുന്നു. എങ്കിലും കാര്യമാക്കിയില്ല സൂര്യകാന്തി. ഏകദേശം 100 മീറ്ററോളം അകലമുണ്ട് അരുവിയിലേക്ക്. അവൾക്ക് പിന്നാലെ എല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് പുലിയും ചെന്നു. അരുവിക്ക് അടുത്തെത്തിയപ്പോഴേക്കും സൂര്യകാന്തി വല്ലാതെ തളർന്നു. ഭൈരവമൂർത്തിയുടെ ശവം അവിടെ ഇട്ടിട്ട് അല്പനേരം ഒരു പാറയിൽ ചാരിയിരുന്ന് അവൾ ശ്വാസം വലിച്ചുവിട്ടു. പുലിയും പാറയിൽ കയറിയിരുന്നു. വിയർപ്പിൽ നനഞ്ഞ സൂര്യകാന്തിയുടെ വസ്ത്രങ്ങൾ ശരീരത്തോട് ഒട്ടിപ്പിടിച്ചു. മുകളിൽ നിന്ന് ഇടയ്ക്കിടെ തെളിഞ്ഞും മറഞ്ഞും ഒരു വെളുത്ത തുണി താഴേക്ക് വിരിച്ചിരിക്കുന്നത് പോലെ തോന്നിച്ചു അരുവി. അവൾ ഇരിക്കുന്നതിനപ്പുറം ഏകദേശം 10 അടി താഴ്ചയിലേക്ക് കുത്തിമറിഞ്ഞു പോവുകയാണ് ജലം. അത് കഴിഞ്ഞാൽ വലിയ പാറയിടുക്കാണ്. പിന്നെ വെള്ളത്തിന്റെ ബാക്കി ഭാഗം കാണുന്നത് ഒരുപാട് താഴ്ചയിൽ. സൂര്യകാന്തി വീണ്ടും എഴുന്നേറ്റു. കാലുകൾ ശരിക്കും ഉറപ്പിച്ചുകൊണ്ട് ഭൈരവമൂർത്തിയുടെ ശരീരം ഉരുട്ടി അവൾ അരുവിയിലേക്കിട്ടു. അത് താഴേക്ക് പതിക്കുന്നതും പാറയിടുക്കിൽ അപ്രത്യക്ഷമാകുന്നതും അവൾ കണ്ടു. ആ ശരീരം ഇനി പുറം ലോകം കാണില്ലെന്ന് തന്നെ അവൾ കരുതി. അരുവിയിലെ വെള്ളത്തിൽ അവൾ കൈകാലുകളും മുഖവും കഴുകി. ശേഷം കൈ മണത്തു നോക്കി. ഇപ്പോഴും ചോരയുടെ ഗന്ധം തങ്ങി നിൽക്കുന്നു. പുലിയും അടുത്തു വന്ന് അരുവിയിലെ വെള്ളം നക്കിക്കുടിച്ചു. നെയ്യൊന്ന് നിന്നേ അമ്മോ. സൂര്യകാന്തി കൈക്കുമ്പിളിൽ വെള്ളം കോരി പുലിയുടെ മുഖത്തേക്കൊഴിച്ചു. അവിടെയുണ്ടായിരുന്ന ചോര അവൾ കഴുകിക്കളഞ്ഞു. പോകാം അമ്മോ. എന്നെ കാണാതെ അച്ഛനിപ്പോ വിഷമിക്കുകയാവും. പുലിയോട് പറഞ്ഞിട്ട് സൂര്യകാന്തി വേഗത്തിൽ തിരിഞ്ഞു നടന്നു. അവൾക്ക് സെക്യൂരിറ്റി എന്ന വണ്ണം പുറകെ പുലിയും ചെന്നു. വീടിനടുത്തെത്തിയപ്പോൾ സൂര്യകാന്തി തിരിഞ്ഞു നോക്കി. പുലിയെ കണ്ടില്ല. ആകെ പരിഭ്രമിച്ച് ഇരിക്കുകയായിരുന്നു പരമശിവ. അവളെ കണ്ടതും അയാൾ ഓടി അടുത്തു വന്നു. നീ എവിടായിരുന്നു മോളെ? എല്ലാം പറയാം. അവൾ വീടിനുള്ളിൽ കയറി. പിന്നാലെ പരമശിവയും. സൂര്യകാന്തി പെട്ടെന്ന് വാതിലടച്ചു. മറയൂർ ചിന്നാർ റൂട്ടിൽ കരിമുട്ടി ഫോറസ്റ്റ് സ്റ്റേഷൻ കഴിഞ്ഞുള്ള തിരിവ്. അല്പം അകത്തേക്ക് കയറ്റി ബൊലേറോ പാർക്ക് ചെയ്തിട്ട് അതിൽ കാത്തിരിക്കുകയായിരുന്നു റേഞ്ചർ കാരണവർ കേശവും സണ്ണിമോനും. സീറ്റിലിരുന്ന വോഡ്കയുടെ കുപ്പിയെടുത്ത് സണ്ണിമോൻ വായിലേക്ക് ചരിച്ചു. 2 കവിൾ അകത്താക്കിയിട്ട് പുറത്തേക്ക് കാറിത്തുപ്പി. ഈ നിശാചരൻ ഇതെവിടെ പോയി തൊലഞ്ഞു? നീയൊന്നടങ്ങ് സണ്ണിമോനെ, അവൻ വരും. പലചരക്ക് കടയിൽ സാധനം വാങ്ങാൻ പോയതൊന്നുമല്ലല്ലോ കൃത്യസമയത്ത് വരാൻ. നേർത്ത ചിരിയോടെ കാരണവർ കേശവ് ഒരു സിഗരറ്റ് കത്തിച്ചു. വനത്തിലൂടെ വേണ്ടേ വരാൻ, അതിൻ്റെതായുള്ള താമസമുണ്ടാകും. സണ്ണിമോൻ ഒന്ന് മൂളി. എന്നാലും ഞാൻ തന്നെ പോയാൽ മതിയായിരുന്നു. അതായിരുന്നു ത്രില്ല് പുല്ല്. കാരണവർ കവിൾ കോട്ടി. ലക്ഷ്യം നടക്കാതെ വരികയോ നിന്നെ ആരെങ്കിലും കാണുകയോ ചെയ്താൽ എന്താവും അവസ്ഥ? ഇപ്പോഴത്തെ സസ്പെൻഷൻ ഡിസ്മിസലാവാൻ പിന്നെ ഒന്നും വേണ്ടിവരില്ല. ഭൈരവമൂർത്തിയെ ആരേലും കണ്ടാലും കുഴപ്പമില്ല. സണ്ണിമോൻ ചിന്തയോടെ താടി തടവി. പക്ഷേ അവളെ കയ്യിൽ കിട്ടുമ്പോ അവന് വല്ലതും തോന്നിപ്പോയാലോ? കാരണവർ പൊട്ടിച്ചിരിച്ചു. നല്ല കാര്യമായി. സ്വന്തം ഭാര്യ ആമ്പല് കയ്യിലുണ്ടായിട്ടും ഒന്നും ചെയ്യാത്തവനാ സൂര്യകാന്തിയെ. ആമ്പൽ എന്നോട് പറഞ്ഞതെന്താണെന്ന് നിനക്കറിയാമോ? നിശാചരന് വല്ലതും തിന്നാനും കുടിക്കാൻ കിട്ടണമെന്നേയുള്ളൂ. അവള് നഗ്നയായിട്ട് മുന്നിൽ ചെന്ന് നിന്നാലും വേണ്ടെന്ന്. ഇത്തവണ സണ്ണിമോനും ചിരിച്ചു. കുറെ പൊക്കവും തടിയുമുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല സാറേ, യോഗം വേണം. യോഗമുണ്ടല്ലോ മറ്റുള്ളവർക്ക്. കാരണവരും കുപ്പിയെടുത്ത് വായിലേക്ക് ചരിച്ചു. മണിക്കൂറുകൾ കടന്നുപോയി. അവരുടെ കാത്തിരിപ്പ് ഒരിടത്തും എത്തിയില്ല. ഭൈരവമൂർത്തി മടങ്ങി വന്നതുമില്ല. നേരം പുലരാറായപ്പോൾ കാരണവരുടെ നിർദ്ദേശാനുസരണം നിരാശയോടെ സണ്ണിമോൻ ബൊലേറോ സ്റ്റാർട്ട് ചെയ്തു. ഉച്ച കഴിഞ്ഞ് ഓഫീസിൽ ഇരിക്കുകയായിരുന്നു റേഞ്ചർ കാരണവർ കേശവ്. സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ റെജി തോമസ് ഈ സമയം അങ്ങോട്ട് കയറി വന്നു. സാർ. ആ റെജിയോ, ഇരിക്ക്. കാരണവർ ചിരിച്ചു. അയാൾക്കെതിരെ റെജി തോമസ് ഇരുന്നു. കോവിലൂരെ സ്ഥലം കാണാൻ പോകണ്ടേ നമുക്ക്? കാരണവർ തിരക്കി. പോകണം. അക്കാര്യം സാറിനോട് ആലോചിക്കാനാ ഞാൻ വന്നത്. മറ്റന്നാൾ JCBയുമായി ആള് വരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. കാരണവർക്ക് സന്തോഷമായി. എങ്കിൽ പരമശിവയും നമുക്ക് ഒപ്പം കൂട്ടണം. അത് പിന്നീട് കുഴപ്പമാകുമോ സാർ? അതെന്താ? കാരണവരുടെ നെറ്റി ചൊളിഞ്ഞു. അയാള് കൂടെ വരാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ എന്തു ചെയ്യും? വർഷങ്ങൾക്ക് മുമ്പ് അയാൾ വിറ്റ ഭൂമിയല്ലേ. അവിടെ തനിക്കിനി കാര്യമില്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിയാലോ? എങ്കിൽ നമ്മളയാളെ പൊക്കിയെടുത്തു കൊണ്ടുപോകും. കാരണവർ കസേരയിൽ മുന്നോട്ടാഞ്ഞിരുന്നു.
ഒരു കാരണവുമില്ലാതെ അയാളെ കൊണ്ടുപോകുന്നതെങ്ങനാ സാറേ? കാരണമൊക്കെ ഞാനുണ്ടാക്കിക്കോളാം, അതൊന്നും റജി അറിയണ്ട. പിന്നെ JCB മണ്ണിളക്കി തുടങ്ങുമ്പോൾ പരമശിവ അവിടെ വേണം. ആ മുഖത്ത് നിന്ന് ഞാൻ മനസ്സിലാക്കി തരാം സജി സാറിനെ അയാൾ അപകടപ്പെടുത്തിയ സ്ഥലം. പിതാവിന്റെ പേര് കേട്ടപ്പോൾ റജി T. തോമസിന്റെ മുഖത്തൊരു ഭാവമാറ്റം വന്നത് കാരണവർ ശ്രദ്ധിച്ചു. എങ്കിലൊക്കെ, സാറിന്റെ ഇഷ്ടം പോലെ. റജി T. തോമസ് എഴുന്നേറ്റ് യാത്ര പറഞ്ഞു. ഒന്നുറക്കെ ചിരിക്കണമെന്ന് തോന്നി കാരണവർക്ക്. സജി സാറിന്റെ അസ്ഥികൂടം കണ്ടെടുക്കാൻ കഴിഞ്ഞാൽ പരമശിവയുടെ ഇനിയുള്ള ജീവിതം ജയിലിൽ തന്നെ, സൂര്യകാന്തി മാത്രം പുറത്ത്. ആ ഓർമ്മയിൽ പോലും അയാൾക്ക് ഉൾപ്പുളകമുണ്ടായി. പെട്ടെന്ന് ഫോൺ ഇരമ്പി. അയാൾ അതെടുത്ത് നോക്കി. ആമ്പലാണ്. കഴിഞ്ഞ ദിവസം പുതിയ ഫോണിൽ അയാൾ ആ നമ്പർ സേവ് ചെയ്തിരുന്നു. ഹലോ ആമ്പൽ, കാരണവർ ഈണത്തിൽ വിളിച്ചു. നിന്റെ ഭർത്താവ് എന്തിയെ? ഇന്നലെ ഒരു കാര്യത്തിന് അയച്ചിട്ട് നേരം വെളുക്കുവോളം ഞാൻ ഉറങ്ങാതിരുന്നത് മിച്ചം. അയാളെന്റെ അടുത്ത് വന്നതുമില്ല, ഒന്ന് വിളിച്ചതുമില്ല. അപ്പുറത്ത് നിശബ്ദത. കാരണവർ തുടർന്നു. ഞാനങ്ങോട്ട് വിളിച്ചപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ്. നീയാ ഫോൺ അവന്റെ കയ്യിലേക്ക് കൊടുത്തേ? സാർ, ആമ്പലിന്റെ അമ്പരന്ന ശബ്ദം കാരണവർ കേട്ടു. മൂർത്തിച്ചേട്ടൻ എന്തിയെന്നറിയാനാ ഞാനിപ്പം സാറിനെ വിളിച്ചത്. ഇന്നലെ നിങ്ങളുടെ കൂടെ വന്ന ശേഷം ഇങ്ങോട്ടെത്തിയിട്ടില്ല. അത് കേട്ടതോടെ കാരണവർക്കും അമ്പരപ്പായി. അവൻ പിന്നെ എവിടെ പോയി? എനിക്കറിയത്തില്ല സാറേ. നിങ്ങൾ അങ്ങേരെ എങ്ങോട്ടാ പറഞ്ഞു വിട്ടത്? ആ ചോദ്യത്തിന് പെട്ടെന്നൊരു മറുപടി പറയാൻ റേഞ്ചർ കാരണവർ കേശവനും കഴിഞ്ഞില്ല. അധ്യായം 16. എന്താ സാറേ മിണ്ടാത്തത്? ആമ്പലിന്റെ ശബ്ദം വീണ്ടും റേഞ്ചർ കാരണവർ കേശവിന്റെ കാതിൽ വന്നു വീണു. എവിടേക്കാ അങ്ങേരെ പറഞ്ഞു വിട്ടതെന്ന് സാറ് പറഞ്ഞാൽ ഞാൻ പോയി തിരക്കാമായിരുന്നു. സൂര്യകാന്തിയെ പൊക്കാൻ പറഞ്ഞു വിട്ടതാണെന്ന് അവളെ അറിയിക്കാൻ കാരണവർ മടിച്ചു. ആമ്പലിന് തൃപ്തികരമായ ഒരു മറുപടി നൽകിയേ പറ്റൂ. അയാൾ പെട്ടെന്ന് കോൾ മുറിച്ചു. പിന്നെ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് അസ്വസ്ഥതയോടെ 2-3 ചാൽ നടന്നു. എത്രയും വേഗം നിശാചരൻ ഭൈരവമൂർത്തിയെ കണ്ടെത്തിയേ പറ്റൂ. മൊബൈൽ എടുത്ത് ഡ്രൈവർ സണ്ണിമോനോട് തന്റെ ഓഫീസിലേക്ക് വരാൻ കാരണവർ നിർദ്ദേശിച്ചു. പിന്നെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു. ആമ്പലിനെ ഇങ്ങോട്ട് വിളിക്കുന്നതിന് മുമ്പ് ഒരു മറുപടി കണ്ടെത്തണം. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഡ്രൈവർ സണ്ണിമോൻ എത്തി. കാരണവർ അയാളോട് കാര്യം പറഞ്ഞു. സണ്ണിമോനും അസ്വസ്ഥനായി. സാറേ, നമ്മൾ നിശാചരനെ വിളിച്ചോണ്ട് പോന്ന ശേഷം അയാളെ കാണാനില്ലെന്ന് അവൾ ആരോടെങ്കിലും പറഞ്ഞാൽ കുഴപ്പമാകില്ലേ? കാരണവർ മീശ പിരിച്ചുകൊണ്ട് ചിന്തിച്ചു നിന്നു. ആകും, അതല്ലേ നിന്നെ ഞാൻ ഇങ്ങോട്ട് വിളിച്ചത്. നീയൊരു ഐഡിയ പറ. സണ്ണിമോൻ ഒന്ന് നീട്ടി മൂളി. കാരണവർ ജനാലയ്ക്കൽ ചെന്ന് നിന്ന് അല്പസമയം പുറത്തേക്ക് നോക്കി. 15 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ അയാൾ തിരിഞ്ഞു. ആമ്പല് തൽക്കാലം അയാളെക്കുറിച്ച് തിരക്കാതിരിക്കണം, അതുപോരെ? സണ്ണിമോൻ ചോദിച്ചു. മതി, കാരണവർ സമ്മതിച്ചു. എങ്കിൽ സാറ് ഫോണെടുത്ത് അവളെയൊന്ന് വിളിക്ക്, എന്നിട്ട് പറയണം അയാളെ അകലെ ഒരിടത്തേക്ക് രഹസ്യമായി പറഞ്ഞയച്ചിരിക്കുകയാണെന്ന്. എല്ലാം നേരിൽ സംസാരിക്കാമെന്നും പറയണം. പകൽ സമയത്ത് മടങ്ങി വന്നാൽ കുരങ്ങുകൾ ആക്രമിക്കുമല്ലോ, അതുകൊണ്ടാവാം അയാള് തിരിച്ചു വരാൻ വൈകുന്നതെന്നും വിശ്വസിപ്പിക്കണം. കാരണവർ കേശവ് നെറ്റിച്ചൊളിച്ചു. എന്നിട്ട് ഇന്ന് ബാക്കിയുള്ള പകലും വരുന്ന രാത്രിയും നമ്മുടെ മുന്നിലുണ്ടല്ലോ. അതിനിടയിൽ നിശാചരനെ നമ്മൾ കണ്ടെത്തിയിരിക്കും. ഉറച്ചതായിരുന്നു സണ്ണിമോന്റെ വാക്കുകൾ. കാരണവർക്ക് അതിൽ വിശ്വാസം തോന്നി. അപ്പോൾ തന്നെ അയാൾ ആമ്പലിനെ വിളിച്ച് സംസാരിച്ചു. എനിക്കിപ്പോഴാ സാറേ ആശ്വാസമായത്. പേരിനെങ്കിലും ഒരു ഭർത്താവായി അങ്ങേരെനിക്ക് വേണം. സാറ് വിളിച്ചില്ലേൽ പോലീസിൽ കംപ്ലൈന്റ് കൊടുത്താലോ എന്ന് ഞാൻ ആലോചിക്കുമായിരുന്നു. അത് കേട്ട് കാരണവർ ഞെട്ടി. അയാൾ പെട്ടെന്ന് പറഞ്ഞു. അങ്ങനെയൊന്നും ചെയ്തു കളയല്ലേ ആമ്പൽ. മാത്രമല്ല, ഇക്കാര്യം ഒറ്റയാളിനോടും മിണ്ടുകയുമരുത്. പുറത്തറിഞ്ഞാൽ ഭൈരവമൂർത്തിക്ക് കൂടി ആപത്തുണ്ടാകുന്ന കേസാ. സംഗതി ഒത്താൽ പണം കുറെ തടയുകയും ചെയ്യും. അത് കേട്ടപ്പോൾ ആമ്പലിന് സന്തോഷമായി. എങ്കിൽ അങ്ങേര് 2-3 ദിവസം കഴിഞ്ഞ് മടങ്ങി വന്നാ മതി. ആ പിന്നെ, ഇന്ന് സാറിങ്ങോട്ട് വരുമോ? നോക്കട്ടെ, ഇന്ന് കുറച്ച് പണിയുള്ള ദിവസമാ. മറുപടി കാക്കാതെ കാരണവർ കോൾ കട്ടാക്കി. ശേഷം സണ്ണിമോനോട് കാര്യം പറഞ്ഞു. ഇത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട കേസാ സാറേ. അവളെങ്ങാനും പരാതിയുമായിട്ട് പോയാൽ? പോകില്ല, പോകാൻ പാടില്ല. കാരണവരുടെ കടപ്പല്ലുകൾ ഞെരിഞ്ഞു. നമ്മൾ എങ്ങനെ നിശാചരനെ അന്വേഷിക്കുമെന്ന് താൻ പറയുന്നത്? സണ്ണിമോൻ ആശയം വ്യക്തമാക്കി. അത് കുഴപ്പമില്ലാത്തതാണെന്ന് കാരണവർ കേശവിനും തോന്നി. സമയം 4 മണി. പരമശിവയുടെ വീട്. വനത്തിൽ നിന്ന് അറുത്തുകൊണ്ടുവന്ന പുല്ല് പോത്തുകൾക്ക് ഇട്ടുകൊടുക്കുകയായിരുന്നു അയാൾ. അസുഖം അല്പം ഭേദപ്പെട്ടിട്ടുണ്ട്.
അടുക്കളയിൽ അത്താഴത്തിനുള്ള ഒരുക്കത്തിലാണ് സൂര്യകാന്തി. പെട്ടെന്ന് താഴെ നിന്ന് കയറി വരുന്ന ഒരു വാഹനത്തിന്റെ ശബ്ദം കേട്ടു. സൂര്യകാന്തി ജനാലയിലൂടെ നോക്കി. ഫോറസ്റ്റ് എന്നെഴുതിയ ബൊലേറോയുടെ മുഖം കണ്ടപ്പോൾ തന്നെ അവൾക്ക് ഉൾക്കിടിലമുണ്ടായി. മിന്നൽ വേഗത്തിൽ അവൾ പിന്നാമ്പുറത്തേക്ക് പാഞ്ഞു. പരമശിവ തിരിഞ്ഞു നോക്കി. അച്ഛാ, ഫോറസ്റ്റുകാർ വരുന്നുണ്ട്. നിശാചരനെക്കുറിച്ച് അവരെന്തേലും ചോദിച്ചാൽ ഒന്നും അറിയില്ലെന്നേ പറയാവൂ. യാതൊരു ഭാവവ്യത്യാസവും അച്ഛന്റെ മുഖത്തുണ്ടാവരുത്. നമ്മളെ കൊടുക്കാൻ യാതൊരു തെളിവും അവരുടെ പക്കലില്ല. അത്രയും പറഞ്ഞിട്ട് വീണ്ടും അവൾ അടുക്കളയിലേക്ക് ഓടിക്കയറി. ഫോറസ്റ്റിന്റെ ബൊലേറോ വന്ന് മുറ്റത്തു നിന്നു. അതിൽ നിന്ന് കാരണവർ കേശവും സണ്ണിമോനും ഇറങ്ങി. പരമശിവ അപ്പോഴേക്കും മുൻഭാഗത്തെത്തിയിരുന്നു. എന്താ സാറെ വിശേഷിച്ച്? അയാൾ കാരണവരെ നോക്കി. ഒന്നുമില്ല. തന്റെ മുഖമെന്താ വല്ലാതിരിക്കുന്നത്? തോക്കിൻ കുഴലിലൂടെ എന്ന വണ്ണം കാരണവർ പരമശിവയെ നോക്കി. ഉറങ്ങുമായിരുന്നു സാറേ, അതിൻ്റെയായിരിക്കും. അയാൾ സണ്ണിമോനെ ശ്രദ്ധിച്ചതേയില്ല. കാരണവർ ഒന്ന് മൂളി. സൂര്യകാന്തിയും തിണ്ണയിലെത്തി. കേറിയിരിക്കുന്നോ സാറേ? അവൾ ചിരിച്ചു. ഇല്ല, ഞങ്ങളൊരു പരിശോധനയ്ക്കിറങ്ങിയതാ. ഈ ഭാഗത്തുനിന്ന് കഴിഞ്ഞ ദിവസം മരങ്ങൾ വെട്ടിക്കടത്തിയതായി ഒരു ഇൻഫർമേഷൻ കിട്ടി. സത്യമാണോന്ന് അന്വേഷിക്കണമല്ലോ. കാരണവർ മീശയിൽ തടവി. അത് വേണം സാറേ. വനം നശിപ്പിക്കുന്ന ഒരുത്തനെയും വെറുതെ വിടരുത്. പിന്നെ സസ്പെൻഷനിൽ കഴിയുന്നവർക്കും ഇത്തരം ഡ്യൂട്ടിയുണ്ടോ സാറേ? സണ്ണിമോനെ ഉദ്ദേശിച്ചായിരുന്നു അവളുടെ ചോദ്യം. കാരണവർക്ക് അത് മനസ്സിലായി. സണ്ണിമോൻ എന്തോ പറയാൻ ഭാവിച്ചു. പാടില്ലെന്ന് കാരണവർ കണ്ണുകൊണ്ട് ആംഗ്യം കാണിച്ചു. എങ്കിൽ ഞങ്ങളൊന്ന് നോക്കിയിട്ട് വരട്ടെ കാന്തി. അടുക്കളയ്ക്കരികിലൂടെ കാരണവർ വനത്തിന്റെ ഭാഗത്തേക്ക് പോയി. പിന്നാലെ സണ്ണിമോനും. അതിനിടെ അയാൾ സൂര്യകാന്തിയെ രൂക്ഷമായി ഒന്ന് നോക്കുകയും ചെയ്തു. കാരണവരും സണ്ണിമോനും വനത്തിന്റെ സമീപമെത്തി. നിശാചരൻ ഇവിടെ വന്നിട്ടില്ല സണ്ണി. അങ്ങനെ എന്തേലും ഉണ്ടായിരുന്നേൽ സൂര്യകാന്തി അതേക്കുറിച്ച് പറഞ്ഞേനെ. മാത്രമല്ല, അയാളെ അയച്ചത് നമ്മളാണെന്ന സംശയവും പ്രകടിപ്പിച്ചേനെ. അത് ശരിയാണെന്ന് സണ്ണിമോനും തോന്നി. പക്ഷേ നിശാചരൻ ഈ വനത്തിൽ ലയിച്ചു പോകത്തൊന്നുമില്ലല്ലോ സാറേ. അതില്ല. പക്ഷേ കാൽവഴുതി പാറയിലോ മറ്റോ തലയടിച്ച് കിടക്കുവാണോന്ന് അറിയില്ലല്ലോ. അല്ലെങ്കിൽ വല്ല കിങ്കോബ്രയും കടിച്ചതാവാനും മതി. രണ്ടിനും സാധ്യതയുണ്ടെന്ന് സണ്ണിമോനും തോന്നി. അവർ വനത്തിൽ കയറി. അവിടെയൊക്കെ അറുത്തെടുത്ത പുല്ലുകളുടെ ചുവടുഭാഗം കണ്ടു. തലേന്ന് നിശാചരനെ ഇറക്കി വിട്ടിട്ട് വണ്ടിയിൽ കാത്തുകിടന്ന ഭാഗത്തു നിന്ന് ഇവിടേക്കുള്ള റൂട്ടിനെക്കുറിച്ച് രണ്ടുപേർക്കും കൃത്യമായ ധാരണയുണ്ടായിരുന്നു. ആ കണക്ക് കൂട്ടലിൽ അവർ പരിസരം നോക്കി നടന്നു. കുറച്ചകലെ വെള്ളച്ചാട്ടത്തിന്റെ ശബ്ദം കേട്ടു. പെട്ടെന്ന് സണ്ണിമോൻ നിന്നു. സാറേ, അതൊന്ന് നോക്കിക്കേ. അയാൾ കൈ ചൂണ്ടി. കാരണവർ അങ്ങോട്ട് തിരിഞ്ഞു. അവിടെ ചതഞ്ഞ് ചിതറിയ പോലെ കുറ്റിക്കാടിന്റെയും പുല്ലുകളുടെയും ഒരു ഭാഗം. ഇരുവരും അതിനടുത്തെത്തി. സാറേ, ചോര. സണ്ണിമോൻ തിടുക്കത്തിൽ പറഞ്ഞു. കാരണവർ കേശവും ഇതിനോടകം അത് കണ്ടു കഴിഞ്ഞിരുന്നു. പുല്ലിലും കുറ്റിക്കാടുകളിലും ചോരത്തുള്ളികൾ. ഒരു ചെറിയ കമ്പിൽ കോർത്തു കിടക്കുന്ന ഷർട്ടിന്റെ അല്പഭാഗം. കാരണവർ അതെടുത്തു നോക്കി. തലേന്ന് നിശാചരൻ ധരിച്ചിരുന്ന ഷർട്ടിന്റെ ഭാഗമാണെന്ന് വ്യക്തമായി. സണ്ണിമോൻ സമീപത്തെ ഭൂമി പരിശോധിച്ചു. അവിടെ ചില കാൽപ്പാടുകൾ. സാറേ, പുലി പിടിച്ചതാ, സംശയമില്ല. കാരണവരുടെ ഇടനെഞ്ച് കിടുങ്ങി. നിശാചരൻ ജീവനോടെയില്ല അല്ലേ സണ്ണി? അങ്ങനെ തീർത്തു പറയാൻ കഴിയില്ല സാർ. അവന്റെ ബോഡി ഇവിടെങ്ങും കാണുന്നില്ലല്ലോ. അവനെപ്പോലെ ഒരാളെ പുലി വലിച്ചിഴച്ചുകൊണ്ട് പോകാനും സാധ്യതയില്ല. അപ്പോൾ കാരണവർ പകുതിക്ക് നിർത്തി. ഒരു കാറ്റ് വീശി. മരങ്ങളും പുൽച്ചെടികളും ഉലഞ്ഞു. സണ്ണിമോൻ തുടർന്നു. നിശാചരൻ മരിച്ചെങ്കിൽ പുലി കഴിച്ചതിന്റെ ബാക്കി ഭാഗം ഇവിടെ കാണേണ്ടതായിരുന്നു. അതില്ലല്ലോ. അതിനർത്ഥം അർത്ഥം? പേടിയോടെ കാരണവർ ചുറ്റും നോക്കി. നരഭോജിയായ പുലി എവിടെയെങ്കിലും ഒളിച്ചിരിപ്പുണ്ടോ? പുലിയെ സംബന്ധിച്ച് മുന്നിലെത്തുന്ന ഇരയെ കൊല്ലുക എന്നുള്ളതാണ് രീതി. വയർ നിറഞ്ഞ അവസ്ഥയിലാണെങ്കിലും പുലികൾ അങ്ങനെ ചെയ്തിരിക്കും. എന്നാൽ കടുവ ഭക്ഷണത്തിന് വേണ്ടി മാത്രമേ ഇരകളെ കൊല്ലാറുള്ളൂ. അല്ലെങ്കിൽ താൻ ആക്രമിക്കപ്പെടുമെന്ന് തോന്നണം. സാർ, സണ്ണിമോന്റെ ശബ്ദം കാരണവരെ ഉണർത്തി. പറ. അപ്പോഴും അയാളുടെ നോട്ടം ചുറ്റുപാടുകളിലായിരുന്നു. ഇവിടെ വെച്ച് നിശാചരൻ മരിച്ചിട്ടില്ലെന്നാ എനിക്ക് തോന്നുന്നത്. പിന്നെ അഥവാ മരിച്ചെങ്കിൽ തന്നെ അത് മറ്റെവിടെയെങ്കിലും വെച്ചായിരിക്കും. അതായത് പുലിയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ട് നിശാചരൻ ഓടിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ പിന്തുടർന്ന പുലി വീണ്ടും അയാളെ ആക്രമിച്ചിരിക്കും. അല്ലെങ്കിൽ ഓട്ടത്തിനിടെ അയാൾ എവിടെയും വീണ് കിടപ്പുണ്ടാകും. കാരണവർക്ക് അല്പം ആശ്വാസം തോന്നി. നിശാചരൻ മരിക്കാതിരുന്നാൽ മതിയായിരുന്നു.
എങ്കിൽ അയാളെ കൊണ്ട് തങ്ങൾക്കനുകൂലമായ വിധത്തിൽ മൊഴി രേഖപ്പെടുത്താം. നമുക്കൊന്ന് നോക്കാം സാറേ. സണ്ണിമോൻ മുന്നോട്ട് നടന്നു. ഏതാണ്ട് സന്ധ്യയാകുവോളം ഇരുവരും ചേർന്ന് ആ പരിസരം മുഴുവൻ പരിശോധിച്ചു. യാതൊരു തുമ്പും കിട്ടിയില്ല. അവസാനം പരിക്ഷീണരായി മടങ്ങി. പരമശിവയുടെ മുറ്റത്ത് കിടന്ന ബൊലേറോയുടെ അരികിലെത്തുമ്പോൾ തിണ്ണയിലുണ്ടായിരുന്നു അയാളും സൂര്യകാന്തിയും. മരം വല്ലതും മുറിച്ചിട്ടുണ്ടോ സാറേ? കാരണവരെ കണ്ടതും സൂര്യകാന്തി തിരക്കി. ഇല്ല. അയാൾ ബൊലേറോയിലേക്ക് കാൽ വെച്ചു. അതാ സാറേ ഞാനും ഓർത്തത്. മരം മുറിച്ചെങ്കിൽ അതിന്റെ ഒച്ച ഇവിടെ കേൾക്കേണ്ടതാണ്. അങ്ങനാണെങ്കിൽ ഞാൻ തന്നെ പോയി അവന്മാരെ ഓടിച്ചേനെ. പെട്ടെന്ന് കാരണവർ തിരിഞ്ഞു. ഈ ഭാഗത്ത് എവിടെയും പുലിയുടെ സാന്നിധ്യമുള്ളതായി തോന്നിയിട്ടുണ്ടോ കാന്തി? സൂര്യകാന്തിയുടെ ഉള്ളൊന്ന് ആളി. എങ്കിലും അതവൾ സമർത്ഥമായി ഒളിപ്പിച്ചു. ഇല്ല. എന്താ സാറേ? ഞങ്ങൾ ചില കാൽപ്പാടുകൾ കണ്ടു. അത് പുലിയുടേതാണോന്നൊരു സംശയം. അതിന് സാധ്യതയില്ല സാറേ, പരമശിവ പെട്ടെന്ന് പറഞ്ഞു. അതെന്താ? കാരണവരുടെ നെറ്റി ചുളിഞ്ഞു. അച്ഛൻ എന്തെങ്കിലും വിഡ്ഢിത്തം പറയുമെന്ന് സൂര്യകാന്തി ഭയന്നു. പക്ഷേ പരമശിവ പറഞ്ഞതിങ്ങനെ: ഈ പരിസരത്ത് പുലിയുണ്ടായിരുന്നേൽ ആദ്യം അത് ഇങ്ങോട്ട് വന്നേനെ. ഞങ്ങളുടെ പോത്തുകൾ വീടിന്റെ പുറകിലുണ്ടല്ലോ, അവ ആക്രമിക്കപ്പെട്ടേനെ. സൂര്യകാന്തി ആശ്വാസത്തോടെ നിശ്വസിച്ചു. പരമശിവ പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് കാരണവർക്ക് തോന്നി. എന്തായാലും നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോണം. എന്തേലും സംശയം തോന്നിയാൽ ഞങ്ങളെ വിവരം അറിയിക്കണം. കാരണവർ ബൊലേറോയിൽ കയറി. സണ്ണിമോൻ അത് സ്റ്റാർട്ട് ചെയ്തു. അത് കുന്നിറങ്ങി പോകുമ്പോൾ സൂര്യകാന്തി പരമശിവയെ നോക്കി. അവരുടെ വരവ് നിശാചരനെ തേടിയായിരുന്നു. ഇതിന്ന് ഒരു കാര്യം വ്യക്തമാ അച്ഛ. ഇന്നലെ രാത്രി നിശാചരൻ ഇവിടേക്ക് വന്നത് ഇവന്മാരുടെ അറിവോടെയാ. ഇവര് തന്നെ പറഞ്ഞു വിട്ടതാവാം അയാളെ. മകൾ പറഞ്ഞത് സത്യമാണെന്ന് പരമശിവയ്ക്കും തോന്നി. ആ രാത്രിയും അടുത്ത പകലും പിന്നിട്ടു. നിശാചരൻ ഭൈരവമൂർത്തി മടങ്ങി വന്നില്ല. ഇനി അയാൾ വരില്ല എന്ന് തന്നെ റേഞ്ചർ കാരണവരും സണ്ണിമോനും തീർച്ചയാക്കി. ഇതിനിടെ 2 തവണ നിശാചരന്റെ ഭാര്യ ആമ്പൽ കാരണവരെ ഫോണിൽ വിളിച്ചു. വരുന്ന രാത്രിയിൽ തീർച്ചയായും അയാൾ മടങ്ങി വരുമെന്ന് കാരണവർ അവൾക്ക് ഉറപ്പു നൽകുകയും ചെയ്തു. സമയം രാത്രി 7 മണി. കാരണവർ കേശവിന്റെ ക്വാർട്ടേഴ്സിൽ അയാൾക്കൊപ്പം സണ്ണിമോനും ഉണ്ട്. 2 പെഗ് വീതം മദ്യം അകത്താക്കിയിട്ട് കാരണവർ സണ്ണിമോന്റെ നേർക്ക് തിരിഞ്ഞു. ഈ ഒരു രാത്രി കൂടിയേ ആമ്പൽ ഭർത്താവിനെ കാത്തിരിക്കൂ. ഉറപ്പാ. നാളെ നമ്മൾ നിശാചരനെ കാട്ടിക്കൊടുത്തില്ലെങ്കിൽ അവൾ പോലീസിൽ പരാതിപ്പെട്ടേക്കും. സണ്ണിമോന്റെ മുഖം വിളറി. ഇനി ഈ കേസിൽ കൂടി താൻ ഉൾപ്പെട്ടു പോയാൽ എന്നേക്കുമായി ജോലി നഷ്ടപ്പെടും. ശിഷ്ടകാലം ജയിലിലുമായിരിക്കും. അപ്പോൾ പിന്നെ നമ്മളെന്ത് ചെയ്യും സാറേ? സണ്ണിമോൻ ഗ്ലാസ് എടുത്ത് കയ്യിൽ വെച്ച് മെല്ലെ തിരിച്ചു. ചെയ്യാനാണെങ്കിൽ പലതുമുണ്ട്. 1. ആമ്പലിനോട് സത്യം തുറന്നു പറയുക. പോലീസിൽ പരാതി നൽകാതിരിക്കാൻ അവൾ ചോദിക്കുന്നതെന്തും നൽകുക. 2. ഒന്നും ആമ്പലിനോട് പറയാതിരിക്കുക. അവളും ആരോടും ഒന്നും പറയാൻ പാടില്ല. എന്ന് വച്ചാൽ സണ്ണിമോന്റെ കണ്ണുകൾ കുറുകി. അവളെ കൊല്ലുകയോ വളർത്തുകയോ ചെയ്യുക. 2ൽ ഏത് വേണമെന്ന് നമ്മൾ ഇന്ന് തന്നെ തീരുമാനിക്കണം. ഈ രാത്രി അവസാനിക്കും മുമ്പ് അതിനൊരു തീരുമാനവും നടപ്പാക്കലും ഉണ്ടാവണം. സണ്ണിമോൻ ഒരു പെഗ് കൂടി ഗ്ലാസ്സിലേക്ക് പകർന്നു. വെള്ളം പോലും ചേർക്കാതെ കുടിച്ചു. അയാളുടെ തലച്ചോറിൽ ഒരു കാറ്റ് വട്ടം ചുറ്റിക്കൊണ്ടിരുന്നു. കൊല്ലണോ വളർത്തണോ? സണ്ണിമോൻ പിറുപിറുത്തു. വളർത്തിയാൽ അവളൊന്നും നമുക്കൊരു ഭീഷണിയായിരിക്കില്ലേ? വീണ്ടും വീണ്ടും അവള് പണം ചോദിച്ചെന്നിരിക്കും. അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാവില്ലെന്ന് അവൾ ഉറപ്പു തരണം. കാരണവർ കേട്ടിരുന്നു. തുടർന്ന് അയാൾ പെട്ടെന്ന് എഴുന്നേറ്റു. എന്ത് വേണമെന്ന് നമുക്ക് പിന്നീട് തീരുമാനിക്കാം. ഏതായാലും ഈ 2 ചോയ്സാ നമ്മുടെ മുന്നിലുള്ളത്. അവൾ തന്നെ തീരുമാനിക്കട്ടെ ജീവിക്കണോ മരിക്കണോ എന്ന്. ഓക്കെ സാർ. സണ്ണിമോനും എഴുന്നേറ്റു. തുടർന്ന് ഇരുവരും ആമ്പലിന്റെ വീട് ലക്ഷ്യമാക്കി യാത്രയായി. ബാക്കി ഭാഗം മറ്റന്നാൾ.